Our Bibles to Ezekiel, the 34th chapter. എസ്കേൽ പ്രവചനം 34-ാം അധ്യായത്തിലേക്ക് നമ്മുടെ വേദപുസ്തകം തുറക്കാം. And please read from verse 23 to 27. 23 മുതൽ 27 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കാം. അവയെ മേയിക്കേണ്ടതിന് ഞാൻ ഒരേ ഇടയനെ അവയ്ക്കായി നിയമിക്കും, എന്റെ ദാസനായ ദാവീദിനെ തന്നെ. അവൻ അവയെ മേയിച്ച് അവയ്ക്കിടയനായിരിക്കും. അങ്ങനെ യഹോവയായ ഞാൻ അവർക്ക് ദൈവവും എന്റെ ദാസനായ ദാവീദ് അവരുടെ മധ്യേ പ്രഭുവുമായിരിക്കും. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ അവയോട് ഒരു സമാധാന നിയമം ചെയ്ത് ദുഷ്ടമൃഗങ്ങളെ ദേശത്തു നിന്ന് നീക്കിക്കളയും. അങ്ങനെ അവ മരുഭൂമിയിൽ നിർഭയമായി വസിക്കുകയും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും. ഞാൻ അവയെയും എന്റെ കുന്നിനും ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമാക്കി വയ്ക്കും. ഞാൻ തക്ക സമയത്ത് മഴ പെയ്യിക്കും, അത് അനുഗ്രഹകരമായ മഴയായിരിക്കും. വയലിലെ വൃക്ഷം ഫലം കായ്ക്കുകയും നിലം നന്നായി വിളയുകയും അവർ തങ്ങളുടെ ദേശത്ത് നിർഭയമായി വസിക്കുകയും ഞാൻ അവരുടെ നുകക്കുഴികളെ പൊട്ടിച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചവരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും. So here we read what God is promising the children of Israel. ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം നൽകുന്ന വാഗ്ദത്തമാണ് നമ്മൾ വായിച്ചു കേട്ടത്. Actually, he says, God said, I will set up one shepherd over them. He shall feed them. He shall feed them. Even my servant David, he shall feed them and he shall be their shepherd. അവയെ മേയിക്കേണ്ടതിന് ഞാൻ ഒരിടയനെ അവയ്ക്കായി നിയമിക്കും, എന്റെ ദാസനായ ദാവീദിനെ തന്നെ. അവൻ അവയെ മേയിച്ച് അവയ്ക്കിടയനായിരിക്കും. So we know that when this was prophesied, David was already resting in peace. നമുക്കറിയാം, ഈ പ്രവചനം ഉണ്ടായ സമയത്ത് മുമ്പ് തന്നെ ദാവീദ് താൻ മരിച്ച് താൻ വിശ്രമിക്കുകയായിരുന്നു. So then how come it is written that my servant David shall feed them and he shall be their shepherd? എന്റെ ദാസനായ ദാവീദ് അവരെ മേയിച്ച് അവർക്കിടയനായിരിക്കുമെന്ന് പറയുന്നതായി വചനം പിന്നീട് എങ്ങനെ നിറവേറും? God told about the throne of David, it will endure forever. ദാവീദിന്റെ സിംഹാസനത്തെ കുറിച്ച് ദൈവം പറഞ്ഞത് അത് എന്നേക്കും നിലനിൽക്കുമെന്നാണ്. So God was actually speaking about Jesus was going to be born as a descendant of David. കർത്താവായ യേശു ക്രിസ്തു ദാവീദിന്റെ പിൻഗാമിയായി ജനിക്കുമെന്നുള്ളതിനെ കുറിച്ചാണ് വാസ്തവമായി ദൈവം പറയുന്നത്. So therefore here mentioning David is actually it's mentioning about the Lord Jesus Christ who will come in the millennium and he will restore the kingdom. ഇവിടെ ദാവീദ് എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. 1000 ആണ്ട് ആഴ്ചയിൽ വന്ന് അവൻ ആ സിംഹാസനത്തെ പുനഃസ്ഥാപിക്കും. He will restore the kingdom of Israel. ഇസ്രായേൽ രാജ്യത്തെ അവൻ പുനഃസ്ഥാപിക്കും. So therefore for us spiritually there is a fulfillment of this scripture. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വേദഭാഗങ്ങൾക്ക് ഒരു ആത്മീക സാക്ഷാത്കാരമുണ്ട്. So we are going to try to understand that little by little by the grace of God from the scriptures that we will read and hear today. നാം ഇപ്പോൾ ഇന്നിവിടെ വായിച്ചു കേൾക്കുന്നതായ തിരുവചനങ്ങളിൽ കൂടി നമുക്ക് അല്പാൽപമായി നമുക്കത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കാം. So God is going to give us that understanding and help us also to experience it. For that grace, let us by faith thank God. ആകയാൽ ദൈവം നമുക്ക് കൃപ തന്ന് നാം അത് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തെ അനുഭവമാക്കുവാൻ ദൈവകൃപയാൽ സഹായിക്കാൻ പോകുന്നത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യാം. Hallelujah. Thank you, Lord. Thank you, God. Thank you. Thank you. Here we read, God is saying
and I will make with them a covenant of peace. ഞാൻ അവരോടുകൂടി ഒരു സമാധാന നിയമം ചെയ്യുമെന്ന് ദൈവം പറയുന്നതായി നാം ഇവിടെ വായിക്കുന്നു. Okay, so now if the Lord Jesus is our shepherd, ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഇടയനാകുന്നു, if he is our king, they say in verse 24, he will be a prince among them. If he is our king, 24-ാം വാക്യത്തിൽ അവൻ പ്രഭുവായിരിക്കുമെന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ രാജാവാണ്. Then God says in verse 25, he will make a covenant of peace with us. ദൈവം നമ്മോടുകൂടി ഒരു സമാധാന നിയമം ചെയ്യും എന്നാണ് തുടർന്ന് ദൈവം അവിടെ അരുളി ചെയ്യുന്നത്. So what is this covenant of peace relating to us? നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ സമാധാന നിയമം? So it is speaking about how God will bring us into a place to have peace with God first of all. ഒന്നാമതായി നാം ദൈവത്തോട് സമാധാനമുള്ളിടത്ത് ദൈവം നമ്മെ എങ്ങനെ എത്തിക്കുമെന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. And then step by step we will grow in that peace. പടിപ്പടിയായി നമ്മൾ ആ സമാധാനത്തിൽ വളരും. In other words, മറുവാക്കുകളിൽ പറഞ്ഞാൽ it speaks of an experience where we are being reconciled to God, നാം ദൈവത്തോട് നിരപ്പിക്കപ്പെടുന്നതായ അനുഭവത്തെ കുറിച്ച് അത് പറയുന്നു. which also means it speaks of an experience where we are uniting with God, നാം ദൈവത്തോട് ഏകീഭവിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് അത് പറയുന്നു. and that also means we are going to be brought to a place to become like him. നാം തന്നോട് സദൃശ്യരായി തീരുന്ന ഒരു സ്ഥാനത്ത് നാം എത്തുന്ന അനുഭവത്തെ കുറിച്ചും അത് പറയുന്നു. So the first experience where we get peace is when we who are living in sins and all kinds of iniquities, എല്ലാവിധമായ പാപങ്ങളിലും അതിക്രമങ്ങളിലും ജീവിച്ചിരുന്നതായ നമ്മൾ ഒന്നാമതായി സമാധാനം കിട്ടുന്ന സ്ഥാനം എന്ന് പറയുന്നത് when we believed in the gospel of Jesus Christ, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ നമ്മൾ വിശ്വസിച്ചപ്പോൾ, and we believed that he died for our sins, നമ്മുടെ പാപങ്ങൾക്കായി താൻ മരിച്ചു എന്ന് നാം വിശ്വസിച്ചപ്പോൾ, in order to bring us into a place, to deliver us from sin and bring us into a place to be at peace with God, നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തോട് സമാധാന ബന്ധത്തിലായിരിക്കുന്ന ഒരു സ്ഥാനത്ത് ദൈവം നമ്മെ കൊണ്ടുവരുമ്പോൾ, that is when we accepted Jesus as our Savior and Lord. നാം യേശുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുന്നു. Before we came into this peace with God, നാം ദൈവത്തോട് ഈ സമാധാനത്തിൽ വരുന്നതിന് മുമ്പ് all of us, നമ്മളെല്ലാവരും, though I was born in a Pentecostal family belonging to a family that is similar to this, that's can say from this TPM assembly, ഈ DPM സഭയുമായി ബന്ധപ്പെട്ട ഈ കൂട്ടായ്മയിൽ തന്നെ ജനിച്ച് വളർന്നവരാണെങ്കിൽ തന്നെയും, but I didn't have that peace. ഞാൻ അതിൽ ജനിച്ചു വളർന്നവനാണെങ്കിലും എനിക്ക് സമാധാനമില്ലായിരുന്നു. So by birth we don't receive this peace. ആകയാൽ ജന്മന നമ്മൾ ഈ സമാധാനം പ്രാപിക്കുന്നില്ല. All men everywhere. എല്ലായിടത്തുമുള്ള എല്ലാ മനുഷ്യരും. So then what are we before? What is the state of our heart before God before we obtain this peace through Jesus Christ our Lord? നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിലൂടെ ഈ സമാധാനം നമ്മൾ പ്രാപിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്തായിരുന്നു? നമ്മുടെ ഹൃദയ നിലവാരം എന്തായിരുന്നു? According to Colossians the first chapter, turn to Colossians the first chapter. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, Colossians the first chapter, those of your Bibles, it's good to read it because you need to learn the scriptures and quote the scriptures. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ ഈ വാക്യം വേദപുസ്തകമുള്ളവരെല്ലാം അത് എടുത്ത് നിങ്ങളത് നോക്കേണ്ടതാണ്. കാരണം നിങ്ങളത് പഠിക്കുകയും നിങ്ങളത് കൂടെ കൂടെ ഉദ്ധരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യം. Jesus knew the scriptures. യേശു തിരുവെഴുത്തുകളെ അറിഞ്ഞു. He was the word of God. അവൻ ദൈവത്തിന്റെ വചനമായിരുന്നു. So all the scriptures was known by him. ആകയാൽ സകല തിരുവെഴുത്തുകളും തനിക്കറിയാമായിരുന്നു. If you know all the scriptures by heart, but I don't think anybody knows that. നോക്കുക,
ഈ തിരുവെഴുത്തുകളെല്ലാം ഹൃദിസ്ഥമാക്കുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. Then you don't need to open the Bible. അപ്പോൾ നിങ്ങൾ വേദപുസ്തകം തുറക്കേണ്ട ആവശ്യമില്ല. Because you need to quote the scriptures when the devil quotes irrelevant scriptures against you. പിശാച് നിങ്ങൾക്കെതിരായിട്ട് ഒട്ടും ചേരാത്തതായ വചനങ്ങൾ കൊണ്ടുവന്ന് ഉദ്ധരിക്കുമ്പോൾ നിങ്ങൾ അവനെതിരായിട്ട് ഈ വാക്യങ്ങൾ ഉദ്ധരിക്കേണ്ടത് ആവശ്യമാണ്. So that is why not only audio, listen to the word of God by audio, that is to the mic. ആകയാൽ ഈ മൈക്കിൽ കൂടെ വരുന്നതായ ഈ ശ്രവണ രൂപത്തിലുള്ളതായ തിരുവെഴുത്തുകൾ കേട്ടാൽ മാത്രം പോരാ. It's more effective if you have visual. That means you have audio visual experience of the word of God by reading the word of God. ദൈവവചനം നിങ്ങൾ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ദൃശ്യ ആവിഷ്കാരം അല്ലെങ്കിൽ ഒരു അനുഭവം ലഭിക്കുന്നുണ്ടല്ലോ, അത് കൂടുതൽ ഫലപ്രദമാണ്. So you know it is there in the word of God. കാരണം ദൈവവചനത്തിൽ അത് ഇന്നടുത്തുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. Sometimes what I'm saying to in English, it may be a little more clearer in your language. ഞാൻ ചിലപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്യം നിങ്ങളുടെ ഭാഷയിൽ കുറെ കൂടെ അത് സുവ്യക്തമായിരിക്കും. So it gives you a better understanding of God's word. ആകയാൽ അത് നിങ്ങൾക്ക് ദൈവവചനത്തിന് കൂടുതൽ വ്യക്തമായ ധാരണ നൽകുന്നു. So those who are able to read, you have a good sight, please open your Bibles to Colossians chapter 1. ആകയാൽ കാഴ്ചശക്തിയുള്ളവർ, വായിക്കാൻ കഴിവുള്ളവരെല്ലാം വേദപുസ്തകം തുറന്ന് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരാം. Here in verse 21, it's in English, it says, we were once alienated and enemies in our mind through wicked works. 21-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങൾ. So we were not at peace with God. In fact, what's worst, we were enemies to God. നാം ദൈവത്തോട് സമാധാനത്തിലായിരുന്നില്ല എന്നതല്ല, അതിനേക്കാൾ മോശമായി നാം ദൈവത്തിന് ശത്രുക്കളായിരുന്നു. The devil is called the enemy of the arch enemy of God. പിശാച് ദൈവത്തിന്റെ ബദ്ധശത്രു എന്ന് വിളിക്കപ്പെടുന്നു. We are also sort of enemies to God. നാമും ഒരു വിധത്തിൽ ദൈവത്തിന് ശത്രുക്കളായിരുന്നു പോലും. How terrible to think of that. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ എത്ര ഭയാനകം. Why? Because of the wicked works, means sinful actions, sinful works. എന്തുകൊണ്ട്? ഈ ദുഷ്പ്രവൃത്തികളാൽ എന്ന് പറഞ്ഞാൽ ഈ പാപഭംഗിലമായ നമ്മുടെ ചെയ്തികൾ, നമ്മുടെ പ്രവൃത്തികളാൽ. Plus enemies in our mind. That means even in our thoughts we were having sinful thoughts. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സുകൊണ്ട് ശത്രുക്കളായിരുന്നു. അതെങ്ങനെയാണ്? നമ്മുടെ പാപഭംഗിലമായ ചിന്തകൾ, വിചാരങ്ങളാൽ. Something, as long as I don't do anything wrong, I'm fine. If it's in my thoughts, I'm not troubling anybody, I'm all right. If it's a sin, if it is in my thoughts alone, I'm not troubling anybody, it's all right. അതെ, ഞാൻ പ്രവൃത്തികൾ കൊണ്ടൊന്നും ചെയ്യുന്നില്ല, എന്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ, ഞാൻ ആരെയും കലക്കുന്നില്ല എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ കരുതുന്നു. That's not how God looks at it. പക്ഷേ ദൈവം അതിനെ അങ്ങനെയല്ല കാണുന്നത്. Whether it be in your spirit, that's part of your spirit, that in your thoughts, whether it be in your actions through your five senses, it is all the same. ഒരുപക്ഷെ അത് നിങ്ങളുടെ ആത്മാവിൽ അഥവാ നിങ്ങളുടെ മനസ്സിലെ വിചാരങ്ങളാലോ അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളാൽ വരുന്ന പ്രവൃത്തികളാലോ, ഇതെന്തായിരുന്നാലും അത് പാപം തന്നെയാണ്. The New Testament, Jesus defined sin very clearly. പുതിയ നിയമത്തിൽ കർത്താവായ യേശു പാപത്തിന് വളരെ വ്യക്തമായ നിർവചനം നൽകുന്നു. Sin in the thoughts is equal to sin in the actions. You can read that from the book of Matthew chapter 5. You can read and find out all these things. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം വായിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ചിന്തകളിൽ വരുന്ന പാപം എന്ന് പറയുന്നത് പ്രവൃത്തികളിൽ വരുന്ന പാപത്തിന് തികച്ചും തുല്യം തന്നെയാണ്. Oh, so today listen to the word of God carefully. ആകയാൽ ഇന്ന് തിരുവെഴുത്തുകൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. So through such wicked works in our action, through our actions, sins in our action, sins in our thoughts, we were at one time enemies to God. ആകയാൽ ഒരു കാലത്ത് നമ്മുടെ പ്രവൃത്തികളിൽ വന്ന പാപങ്ങളാലും നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളാലും നമ്മൾ ദൈവത്തിന് ശത്രുക്കളായി, ദൈവത്തെ വിട്ടകന്നവരായിരുന്നു. So what did God do? കർത്താവ് പക്ഷേ ചെയ്തതെന്ത്? God put in order to bring peace between us and God, what did God do? അത് നമുക്ക് മധ്യേ സമാധാനം ഉണ്ടാക്കേണ്ടതിന് ദൈവം എന്താണ് ചെയ്തത്?
God decided to lay all those sins upon the Lord Jesus, all those sins and iniquities. നമ്മുടെ എല്ലാ പാപങ്ങളും നമ്മുടെ അതിക്രമങ്ങളും യേശുവിന്റെ മേൽ ചുമത്തുവാൻ ദൈവം തീരുമാനിച്ചു. And the Lord Jesus was willing to become that sacrifice to bear all our sins and pay the penalty for all our sins. നമ്മുടെ എല്ലാ പാപങ്ങളും ചുമന്ന് അതിനുള്ള പിഴ ചെലുത്തുവാൻ തക്കവണ്ണം കർത്താവായ യേശു ആ ത്യാഗം സഹിക്കുവാൻ പൂർണ്ണമനസ്സോടെ സന്നദ്ധനുമായിരുന്നു. That was why he hung on the cross along with the criminals. The worst criminals were crucified. He hung among them right in the middle, like as though he was the worst of them all. അന്ന് ഏറ്റവും മോശപ്പെട്ടതായ കുറ്റവാളികളെ അവിടെ ക്രൂശിൽ തറച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തു അവരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത്രയും മോശപ്പെട്ട കുറ്റവാളികളുടെ കൂടെ താനും ഒരു മോശപ്പെട്ട കുറ്റവാളി എന്നതുപോലെ. This is the plan of God. This is the divine wisdom of God. How God was going to reconcile man with him. ഇങ്ങനെ ദൈവം മനുഷ്യനെ തന്നോടുകൂടി നിരപ്പിക്കേണ്ടതിനുള്ള ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ അനന്തമായ ദിവ്യജ്ഞാനവും ഇതായിരുന്നു. It's so hard to imagine. അത് സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ്. Oh, Jesus was God. He took our sins and like a sinner he bore the wrath of God on the cross. ദൈവമായിരുന്ന യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ദൈവത്തിന്റെ ക്രോധം ചുമന്നുകൊണ്ട് നമ്മുടെ പാപത്തിന്റെ എല്ലാ പിഴകളും ചെലുത്തി. That's why it says in verse 20, ഇതാണ് 20-ാം വാക്യം പറയുന്നത്, and having made peace through the blood of his cross, by him to reconcile all things unto himself, by him I say, whether they be things in earth or things in heaven. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. Oh, all we have to do today, ഇന്ന് നമ്മൾ ചെയ്യേണ്ടതെല്ലാം believing that Jesus has already borne our sins and paid the penalty for all our sins. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ എല്ലാ പാപങ്ങളും ചുമന്ന് അതിന്റെ ആ പിഴ ശിക്ഷയെല്ലാം താൻ ഏറ്റുവാങ്ങി എന്ന് വിശ്വസിക്കുക. We have to repent of our sins. That's all. നാം നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ചാൽ മതി. Repentance means അനുതപിക്കുക എന്ന് പറഞ്ഞാൽ we turn away from that sin. We never want to walk anymore in those sins anymore. ഇനി ഒരിക്കലും ആ പാപത്തിൽ നടക്കാതെ വണ്ണം അതിനെ വിട്ട് പൂർണ്ണമായി അകന്ന് മാറി നടക്കുക. In Tamil it says turning in your mind. തമിഴിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ അതിനെ വിട്ട് തിരിയുക. Say the word in Tamil. எப்படி சொல்லு வாசன தமிழ்ல எப்படி சொல்றது? மனம் திரும்புதல். തമിഴിൽ പറയുന്നത് മനം തിരുമ്പുതൽ. So therefore that's repentance. മനസ്സ് തിരിഞ്ഞു വരിക, അതാണ് മാനസാന്തരം. When there are different scriptures in Joel and different places, turn from your wicked ways, the same meaning, repent. യോവേൽ പ്രവചനത്തിലും മറ്റു പല ഭാഗങ്ങളിലും കാണാം, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ വിട്ട് തിരിയുവിൻ, അതാണ് ഈ മാനസാന്തരം. How does that's a secret of getting, there's a secret according to the truth, how you obtain the repentance. ആകയാൽ നിങ്ങൾ എങ്ങനെയാണ് ഈ മാനസാന്തരം പ്രാപിക്കുന്നതെന്ന് ഈ സത്യത്തിൽ അതിൻ്റെതായ മർമ്മം അടങ്ങിയിരിക്കുന്നു. Something, repentance is only like the standard one, great one. ചിലർ ചിന്തിക്കുന്നത് ഈ മാനസാന്തരം എന്ന് പറയുന്നത് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെ എന്നാണ്. Long time, 15 years ago, 5 years ago, 10 years ago, I repented of my sins. 50 കൊല്ലം മുമ്പേ അല്ലെങ്കിൽ 15, 10, 5 കൊല്ലം മുമ്പേ ഞാൻ എപ്പോഴോ മാനസാന്തരപ്പെട്ടതാണ്. So they think they already passed that grade 1, so it's not anything important. 1-ാം ക്ലാസ്സിൽ പാസ്സായതാണ്, ഇനി അതിന് വലിയ പ്രസക്തി ഇല്ലെന്നാണ് അവർ കരുതുന്നത്. No, the word of God teaches, and all the great saints of God who lived before us taught us. ദൈവവചനവും നമുക്ക് മുൻപായി ജീവിച്ചിരുന്ന വലിയ വിശുദ്ധന്മാരും നമ്മെ പഠിപ്പിച്ചത് പക്ഷെ അങ്ങനെയല്ല. Repentance is needed until the last moment before Jesus appears at the rapture. കർത്താവായ യേശുക്രിസ്തു ഉൽപ്രാപണത്തിനായി വരുന്ന ആ അന്ത്യ നിമിഷം വരെ നമുക്ക് അത്യന്താപേക്ഷിതമായ ഒന്നാണ് മാനസാന്തരം. At some point or another, if there's any sin that occurs in our thoughts, in our act, in our character, in our emotions, നമ്മുടെ
ചിന്തകളിലോ നമ്മുടെ വാക്കുകളിലോ വിചാരങ്ങളിലോ നമ്മുടെ വികാരങ്ങളിലോ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ചെറിയ പാപം പോലും we still have to repent now. നാം അതിനെ ഓർത്ത് അനുവദിച്ചുകൊണ്ടേയിരിക്കണം. So how do we get the repentance? എങ്ങനെയാണ് നമുക്ക് ഈ മാനസാന്തരം ലഭിക്കുന്നത്? So when we read in 2 Corinthians chapter 7, 2 കൊരിന്ത്യർ 7-ാം അധ്യായം, if I don't have the repentance till Jesus comes, I will be left behind. കർത്താവ് വരുമ്പോൾ എനിക്ക് ഈ മാനസാന്തരം ഇല്ല എങ്കിൽ ഞാൻ കൈവിടപ്പെട്ടു പോകും. So repentance is not confession. ആകയാൽ ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഏറ്റുപറച്ചിലല്ല. Repentance is not confession. മാനസാന്തരം എന്ന് പറയുന്നത് അത് ഏറ്റുപറച്ചിലല്ല. Something confession is enough. ചിലർ ചിന്തിക്കുന്നു ഏറ്റു പറഞ്ഞാൽ മതിയെന്ന്. No, confession doesn't change you at all. ഏറ്റുപറച്ചിൽ ഒരിക്കലും നിങ്ങളെ മാറ്റുകയില്ല. This by experience we have seen in so many in our lives and other children of God. നമുക്ക് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ള ദൈവമക്കളുടെ ഒക്കെ അനുഭവത്തിൽ എന്നത് മനസ്സിലാക്കാൻ കഴിയും. Okay, so then what is genuine repentance? How do you get genuine repentance? അങ്ങനെയെങ്കിൽ യഥാർത്ഥമായ കൃത്രിമമല്ലാത്ത മാനസാന്തരം എന്താണതെങ്ങനെ പ്രാപിക്കാം? Now remember, we need to understand this to come into that covenant of peace with God. നോക്കുക, ദൈവത്തോടുള്ള സമാധാന നിയമത്തിൽ നാം എത്തിച്ചേരേണ്ടതിന് ഇത് ആവശ്യമാണെന്ന് മനസ്സിലാക്കണം. With God you must do it God's way, as the word of God says. തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ദൈവിക മാർഗത്തിൽ കൂടെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. You cannot do it according to your own mind and what you think is best. നിങ്ങൾക്ക് ഉത്തമമെന്ന് തോന്നുന്ന നിങ്ങളുടെ മനസ്സിന് ഒത്ത നിലയിൽ നമ്മൾ ഇത് ചെയ്യാൻ പാടുള്ളതല്ല. You need to do it how God tells you to do it. നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ദൈവം പറയുന്നു, അങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്യേണ്ടത്. Here we read in 2 Corinthians chapter 7. ഇവിടെ 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2 Corinthians chapter 7 verse 10 says, godly sorrow worketh repentance to salvation, not to be repented of. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. This won't make you to regret. അത് Repent. പിന്നീട് ഖേദിക്കുവാൻ ഇടവരുത്തുന്നില്ല. This repentance will make you to rejoice. ഈ മാനസാന്തരം നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്നു. This godly sorrow. ഈ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. The sorrow, next verse statement in the same verse, the sorrow of the world works death. എന്നാൽ തുടർന്ന് അടുത്തിങ്ങനെയാണ് പറയുന്നത്, ലോകപ്രകാരമുള്ള ദുഃഖം മരണത്തെ ഉളവാക്കുന്നു. So what brings that sorrow in the world? ലോകത്തിൽ എന്താണ് ഈ ദുഃഖത്തെ കൊണ്ടുവരുന്നത്? Satan is the cause of that sorrow. ആ ദുഃഖത്തിന്റെ കാരണഭൂതൻ എന്ന് പറയുന്നത് സാത്താനാണ്. God is that reveals the fullness of his character. Jesus was the embodiment of the very character, fullness of the Godhead. ദൈവം തന്റെ സ്വഭാവത്തിന്റെ സമ്പൂർണ്ണത യേശുവിൽ വെളിപ്പെടുത്തുന്നു. കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ സകല ദിവ്യ സ്വഭാവങ്ങളുടെയും മൂർത്തിഭാവമാണ്, അല്ലെങ്കിൽ അവതാരമാണ്. So what is God's one of his characteristics? He is a God that he's full of joy. ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? അവൻ സമ്പൂർണമായ സന്തോഷം നൽകുന്ന ദൈവമാണ്. So Jesus was never sad. കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പോലും ദുഃഖിതനായിരുന്നില്ല. When it says, I am sorrowful unto death, മരണഹേതുവായ ദുഃഖം എനിക്കുണ്ടെന്ന് യേശു പറഞ്ഞു. the translation of the word sorrow, my heart is exceeding sorrowful unto death. അവിടെ പരിഭാഷ ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. So the Malayalam it said correctly. That word sorrow, my heart is exceeding painful unto death. അവിടെ ആ ദുഃഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? അവിടെ മരണവേദന പോലെയുള്ളതായ അതിയായ വേദന എനിക്കുണ്ട്. So instead of sorrow, actually it is the pain he said he was experiencing. അവിടെ പറഞ്ഞ ദുഃഖം എന്ന് പറയുന്നത് യേശു അന്നേരം അനുഭവിച്ചുകൊണ്ടിരുന്ന വേദനയെ കുറിച്ചാണ്. Because he is going to bear our sins, the whole world's sins and iniquities there on the cross when he died. കർത്താവായ യേശുക്രിസ്തു കൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളും മുഴുലോകത്തിന്റെയും പാപങ്ങൾ അതിക്രമങ്ങളെല്ലാം തന്റെ മേൽ വഹിക്കുകയായിരുന്നു. How painful it was. അത് എത്രമാത്രം വേദനാജനകം. So that is why we must
have godly sorrow. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം വേണം. So if you say sorrow is pain, ആകയാൽ ഇവിടെ ദുഃഖം എന്ന് പറയുമ്പോൾ വേദന എന്ന് പറയുന്നല്ലോ. so you must feel the pain in your heart. What pain? To some extent you must feel the pain in your heart of what Jesus experienced there on the cross. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടാകണം. അതിന്റെ അളവ് എങ്ങനെയെന്നാൽ കർത്താവായ യേശുക്രിസ്തു ആ ക്രൂശിൽ തൂങ്ങിക്കിടന്നപ്പോൾ യേശു അനുഭവിച്ച വേദനയുണ്ടല്ലോ, അതേ അളവിലുള്ള വേദന നിങ്ങൾ ഹൃദയത്തിൽ അനുഭവിക്കണം. Where is the sorrow experienced? Not in the body, in the heart. നമുക്ക് എവിടെയാണ് ശരീരത്തിൽ വേദനയുടെ അനുഭവം വരുന്നത്? അത് ഹൃദയത്തിലാണ്. So understand, try to understand the pain when you want to ask pardon for your sins. Understand the pain in the heart of Jesus, what he went through for this sin which you have committed. നിങ്ങൾ ചെയ്തതായ ഒരു പാപത്തിന് ദൈവത്തോട് ക്ഷമ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളാൽ കർത്താവായ യേശുക്രിസ്തു കടന്നു പോകേണ്ടി വന്ന ആ വേദനയെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ട് വേണം നിങ്ങളത്. The pain in his heart. തന്റെ ഹൃദയത്തിൽ താൻ അനുഭവിച്ച വേദന. As much as you can try to understand, you understand that pain. നിങ്ങൾ എത്രത്തോളം അതിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. That is godly sorrow. അതാണ് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം. Then it just changes the whole heart and mind. അപ്പോൾ whole heart and spirit. നിങ്ങളുടെ ആത്മാവിനെ, മനസ്സിനെ, ഹൃദയത്തിനെല്ലാം അത് സമൂലമായ ഒരു പരിവർത്തനം വരുത്തും. In Ezekiel 36 verse 26 says, the stony heart will be changed and become a heart of flesh. യെശയ്ക്കേൽ 36:26 ഇങ്ങനെയാണ് പറയുന്നത്, കല്ലായുള്ള ഹൃദയം പൂർണ്ണമായി നീക്കപ്പെട്ടിട്ട് മാംസമായുള്ള ഒരു ഹൃദയം നമുക്ക് നൽകപ്പെടും. Our spirit will become absolutely new. നമ്മുടെ ആത്മാവ് തികച്ചും പുതുതായി തീരും. Now it will be fully conscious of God. അത് ഇപ്പോൾ സമ്പൂർണ്ണമായും ദൈവത്തെക്കുറിച്ച് അവബോധമുള്ളതായി The തീരും. heart of flesh means our conscience becomes just like when your flesh is exposed, how sensitive it is. Like that, our heart means our conscience will be so sensitive to God's word. മാംസമായുള്ള ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മുടെ പുറമേയുള്ള മാംസം അത് എത്രത്തോളം സെൻസിറ്റീവ് ആയിട്ട് കാര്യങ്ങളെ അനുഭവിച്ചറിയുന്നതായിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് നാം ദൈവവുമായുള്ള ബന്ധത്തിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും തികച്ചും വളരെ ഉണർവുള്ളതായി തീരും. That heart speaks, can use that, replace the word heart as conscience. അവിടെ ഹൃദയം അത് മനസ്സാക്ഷി. Your conscience will be so sensitive to God. നിങ്ങളുടെ മനസ്സാക്ഷി എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുൻപാകെ തികച്ചും വളരെ ഉണർവുള്ളതായിരിക്കും. What brings about such a heart? What causes such a for you? What is able to give you such a heart? ഇങ്ങനെ നമുക്ക് ഒരു ഹൃദയം ലഭിക്കുവാൻ എന്താണ് സഹായിക്കുന്നത്, കാരണമാകുന്നത്? True, genuine repentance. യഥാർത്ഥമായിട്ടുള്ളതായ How do you get genuine repentance? എങ്ങനെയാണ് നിങ്ങൾ യഥാർത്ഥമായ മാനസാന്തരം നേടിയെടുക്കുന്നത്? Through godly sorrow. ദൈവഹിത പ്രകാരമുള്ള ദുഃഖത്താൽ. So even today, if there are any evil thoughts, we allow by being a little careless, we allow a little evil thought. Even for that, we have to repent like this. നാം അശ്രദ്ധരായി മാറി എന്തെങ്കിലും ഒരു ചെറിയ നിസ്സാരമായ ഒരു തെറ്റായ ചിന്തയ്ക്കിടം കൊടുത്താൽ അതിനെ ഓർത്ത് നാം ഇപ്പോൾ അനുദപിച്ച് മാനസാന്തരപ്പെടണം. Like this. ഈ രീതിയിൽ. So this is how, when God changes you will not go back to that sin anymore. ഇങ്ങനെയാണ് ദൈവം നിങ്ങളെ മാറ്റുന്നത്. പിന്നീട് ഒരിക്കലും നിങ്ങൾ ആ പഴയ പാപത്തിലേക്ക് തിരിയുകയേയില്ല. You will receive not only mercy, you will receive grace to overcome it. നിങ്ങൾക്ക് ദയ ലഭിക്കുന്നത് മാത്രമല്ല, അതിനെ കീഴ്പ്പെടുത്തുവാനുള്ള കൃപയും കൂടെ ലഭിക്കും. Amen. So therefore, this is what God wants to do in our lives. ഇതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. So as a result, what happened? ഇതിന്റെ പരിണിത ഫലമായി എന്താണ് സംഭവിക്കുന്നത്? When we repented of our sins, പാപങ്ങളെ ഓർത്ത് അനുദപിക്കുമ്പോൾ we confessed it to Jesus our Lord. നമ്മുടെ കർത്താവായ യേശുവിനോട് നമ്മൾ അത് ഏറ്റുപറഞ്ഞു. We forsook it all. അതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചു. We hated it. നമ്മൾ അതിനെ പകച്ചു. Then we surrendered fully to the Lord Jesus. കർത്താവായ യേശുവിനെ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തു. The blood of Jesus forgave our sins. Ephesians 1 verse 7. എഫേസ്യ ലേഖനം 1:7 പറയുന്നത് പോലെ യേശുവിന്റെ രക്തം നമ്മെ എല്ലാ പാപത്തിൽ നിന്നും മോചിച്ചു. The blood of Jesus redeemed us. യേശുവിന്റെ രക്തം നമ്മെ വീണ്ടെടുത്തു. According to the riches of His grace. അവന്റെ കൃപാധനത്വത്തിന് ഒത്തവണ്ണം. Okay, so we have received forgiveness of sins and redemption.
ആകയാൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്നതായ വീണ്ടെടുപ്പുണ്ട്. So now redemption also means to set free by paying the price, to buy to pay the price and buy a slave from the slave market. അടിമച്ചന്തയിൽ പോയി ഒരു അടിമയെ വില കൊടുത്ത് വാങ്ങി അവനെ സ്വതന്ത്രനാക്കുന്നത് പോലെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ നാം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. So this all takes place when you repent in this manner and confess your sins to Jesus and forsake it. ഈ വിധത്തിൽ നിങ്ങൾ അനുദപിച്ച് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞതിനെ ഉപേക്ഷിക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നു. So repentance is a doctrine, it's a teaching. ആകയാൽ മാനസാന്തരം എന്നത് അതൊരു ഉപദേശ സത്യമാണ്. This is a deeply taught through the apostles, those in this apostolic ministry. ഇത് ഈ അപ്പോസ്തലിക ശുശ്രൂഷയിലുള്ള അപ്പോസ്തലന്മാർ ഈ സത്യങ്ങളെ വളരെ ആഴത്തിൽ നമ്മെ പഠിപ്പിച്ചു. That is how you can grow and you can overcome your sins as you repent of them and keep on growing in Christ. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് മാനസാന്തരപ്പെടുമ്പോൾ നിങ്ങൾ അതിനെ കീഴ്പ്പെടുത്തി ഇങ്ങനെയാണ് നിങ്ങൾ ക്രിസ്തുവിൽ വളരുന്നത്. You will overcome your sin. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ജയിക്കുന്നു. So you don't need to think about the same sin anymore. പിന്നീട് നിങ്ങൾ ആ പഴയ പാപത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത് പോലും വരുന്നില്ല. So what does it do? അതെന്താകുന്നു ചെയ്യുന്നത്? We who are enemies, ശത്രുക്കളായിരുന്ന നമ്മൾ, according to Ephesians chapter 2. എഫേസ്യലേഖനം 2-ാം അധ്യായം. Ephesians chapter 2. എഫേസ്യലേഖനം 2-ാം അധ്യായം verse 13. 13-ാം വാക്യം. Now in Christ Jesus ye who were sometimes were far off are made nigh by the blood of Christ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. So now this is what happens. We were enemies, separated from God. ദൈവത്തെ വിട്ട് വേർപെട്ട് ശത്രുക്കളായിരുന്ന നമ്മൾ Now through that precious blood of Jesus that has cleansed us, forgiven us, redeemed us. നമ്മെ കഴുകി ശുദ്ധീകരിച്ച് വീണ്ടെടുത്ത യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ we are drawing nigh to God through faith in that blood. നാം ആ രക്തത്തിലുള്ള വിശ്വാസത്താൽ ദൈവത്തോട് സമീപസ്ഥരായി ആനയിക്കപ്പെട്ടു. That is what it says in Hebrews chapter 10. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ അതാകുന്നു കാണുന്നത്. It says here, Hebrews chapter 10 in verse 21, it says, having a high priest over the house of God, verse 22, let us draw near with a true heart in full assurance of faith, having our hearts sprinkled from an evil conscience. എബ്രായ ലേഖനം 21-22 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശരീരം കഴുകപ്പെട്ടവരുമായി. So when we truly repent of our sins, confess them to the Lord and forsake them, നാം യഥാർത്ഥമായി നമ്മുടെ പാപങ്ങളെ ചൊല്ലി അനുദപിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നാം അവയെ ഉപേക്ഷിക്കുമ്പോൾ the blood of Jesus has power to purge or to cleanse us from that evil conscience. ആ ദുർമനസാക്ഷി നീങ്ങുമാറ് നമ്മെ കഴുകുവാൻ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. So the evil conscience brings guilt, or we feel guilty. ആ ദുർമനസാക്ഷി നമ്മുടെ ഉള്ളിൽ കുറ്റബോധം കൊണ്ടുവരുന്നു. So it is the blood of Jesus' power to purge our conscience from the guilt of sin. You will not feel guilty anymore. You will have peace with God. പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധം നീങ്ങുമാറ് യേശുവിന്റെ രക്തം നമ്മുടെ ദുർമനസാക്ഷിയെ നീക്കി നമ്മെ കഴുകുന്നു. പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും കുറ്റബോധം ഉണ്ടാവുകയില്ല, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. And then that blood of Jesus will keep the heart clean. അതിനുശേഷം യേശുവിന്റെ രക്തം നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമായി സൂക്ഷിക്കും. See how precious this truth is. ഈ സത്യം എത്ര അമൂല്യമാണെന്ന് കാണൂ. So do not therefore let anything defile you in your mind, defile you in your heart, or do not commit any sin, because this
is what the blood of Jesus has done for you. He paid a great price. കർത്താവായ യേശു ക്രിസ്തു ഇത്രമാത്രം വലിയ വില ചെലുത്തി ഈ രക്തം നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തതുകൊണ്ട് ഇനി നിങ്ങളുടെ മനസ്സിനെയോ ഹൃദയത്തെയോ മലിനമാക്കുന്ന അല്ലെങ്കിൽ യാതൊരുവിധമായ പാപവും ചെയ്യാതിരിപ്പാൻ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. This peace, he paid a great price to give us this peace. ഈ വലിയ സമാധാനം തരേണ്ടതിന് യേശു ചെലുത്തേണ്ടി വന്ന വില എന്ന് പറയുന്നത് അത്രമാത്രം വലുതാണ്. Therefore, let us preserve this peace and keep that heart clean. ആകയാൽ സമാധാനത്തെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ശുദ്ധമായി കാത്തുകൊള്ളാം. Next we see, അടുത്തതായി നമ്മൾ കാണുമ്പോൾ the Lord Jesus is bring us into another experience to experience or grow in that peace. ആ ദൈവിക സമാധാനത്തിൽ വളരുന്ന അടുത്തൊരു അനുഭവത്തിലേക്ക് കർത്താവായ യേശു നമ്മെ കൊണ്ടുവരുന്നു. The word of God says that we'll come back to the scripture afterwards. Hebrews chapter 10, we'll come back later. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് പിന്നീട് മടങ്ങി വരാം. So in obeying the truth of water baptism, ജലസ്നാന സത്യം നമ്മൾ അനുസരിക്കുന്നതിൽ കൂടെ we are being planted into the death of the Lord Jesus Christ. നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തോട് നമ്മൾ ചേർത്ത് അതിൽ നടപ്പെടുന്നു. That's what we read in Romans chapter 6 verse 4. We are buried with him by baptism into his death. അവന്റെ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളായിരുന്ന സ്നാനത്താൽ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു എന്നാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നത്. So when the Lord Jesus was going to be baptized by John, he said, baptize me. I have to go through this step so that I may fulfill all righteousness. യോഹന്നാന്റെ കീഴിൽ സ്നാനമേൽക്കുവാൻ പോകുമ്പോൾ യേശു പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ഈ ചുവടിൽ കൂടെ പോകുവാൻ അനുവദിക്കുക, ഇങ്ങനെ ദൈവത്തിന്റെ സകല നീതിയും നിവർത്തിക്കേണ്ടത് ആവശ്യമാകുന്നു. So in water baptism, Jesus was obeying the counsel of God when he said, I have to fulfill all the righteousness of God. ഞാൻ ദൈവത്തിന്റെ സകല നീതിയും നിവർത്തിക്കേണ്ടതാകുന്നു എന്ന് യേശു പറയുമ്പോൾ യേശു അവിടെ ദൈവത്തെ അനുസരിക്കുകയാകുന്നു ചെയ്യുന്നത്. Because it is written that baptism was the counsel of God according to Luke chapter 7. ലൂക്കോസ് 7-ാം അധ്യായം 30-ാം വാക്യപ്രകാരം ജലസ്നാനം എന്നത് ദൈവത്തിന്റെ ആലോചനയാകുന്നു. So in verse 30 it is called the counsel of God. Luke 7 verse 30. ലൂക്കോസ് 7:30 കാണുന്നു അത് ദൈവത്തിന്റെ ആലോചനയാകുന്നു. So if I don't obey this counsel, I cannot do the rest of and fulfill the rest of the word of God which I have to obey. ദൈവത്തിന്റെ ഈ ആലോചന ഞാൻ അനുസരിച്ചില്ല എങ്കിൽ പിന്നീട് ഞാൻ അനുസരിക്കേണ്ടതായ എത്രയോ വിധമായ ദൈവത്തിന്റെ ആലോചനകളുണ്ട്, അത് എനിക്ക് ഒരിക്കലും അനുസരിക്കാൻ കഴിയുകയില്ല. He has to fulfill all the scriptures that is written about him till the death on the cross. ക്രൂശിലെ മരണം വരെ എഴുതിയിരിക്കുന്നതായ സകല തിരുവെഴുത്തുകളെയും കർത്താവായ യേശു സാക്ഷാത്കരിക്കേണ്ടത് ആവശ്യമായിരുന്നു. So I have to obey this counsel to continue to obey all the rest of the word of God. ആകയാൽ സകല ഇനിയും ശേഷിക്കുന്ന എല്ലാ തിരുവെഴുത്തുകളെയും ഞാൻ നിറവേറ്റേണ്ടതിന് ഞാൻ ഇപ്പോൾ ഈ ആലോചനയെ അനുസരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. That is why finally on the cross when Jesus fulfilled all the righteousness of God, അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ഒടുവിലായി കർത്താവായ യേശു കാൽവരി ക്രൂശിൽ ദൈവത്തിന്റെ സകല നീതിയെയും നിവർത്തിച്ചു. What did he cry out? അവൻ എന്താണ് ഉറക്കെ വിളിച്ചു പറഞ്ഞത്? In John's Gospel chapter 19 verse 30 he cried out, it is finished. യോഹന്നാൻ 19:30 യേശു പ്രകാരം ഉറക്കെ വിളിച്ചു പറയുന്നു, നിവർത്തിയായി. So in the truth of baptism, ജലസ്നാന സത്യത്തിൽ we are dying with the Lord Jesus or sharing in his death. നാം ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുന്നു അഥവാ അവനോടുകൂടി നമ്മൾ മരിക്കുന്നു. What are we dying to? നാം എന്തിനാണ് മരിക്കുന്നത്? According to Romans chapter 6 and verse 7, he that is dead is freed from sin. റോമാലേഖനം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. So sin is mentioned here in the singular tense. ഇവിടെ പാപം എന്ന് ഏകവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. Because here sin speaks of the nature of sin. ആകയാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പാപം എന്നത് പാപ സ്വഭാവമാണ്.
So therefore, we are dead to sin. ആകയാൽ നമ്മൾ പാപത്തിന് മരിച്ചവരാകുന്നു. What is the meaning? Dead. He that is dead is freed from sin. പാപത്തിൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? So therefore, when you are obeying the truth of baptism, ജലസ്നാന സത്യത്തിൽ നിങ്ങൾ നിലനിൽക്കുമ്പോൾ we are freed from sin. നാം പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. So that is why in baptism we must believe this and confess it. ആകയാൽ ജലസ്നാനത്തിൽ നമ്മൾ ഇത് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. I am freed from sin. ഞാൻ പാപത്തിൽ നിന്ന് മുക്തനായിരിക്കുന്നു. I am dead indeed to sin. ഞാൻ പാപത്തിന് തികച്ചും മരിച്ചിരിക്കുന്നു. So this is how we are able to partake in the obedience of Christ. എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിന്റെ അനുസരണത്തിലും പങ്കാളികളായി തീരുന്നത്? So in baptism it says in Romans chapter 6 and verse 13, റോമാലേഖനം 6:13 സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ, neither yield your members as instruments of unrighteousness unto sin, but yield yourselves unto God as though they are alive from the dead. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. So yield yourself as though they are alive from the dead, and your members as instruments of righteousness unto God. ആകയാൽ നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. So therefore, here we are partaking of the obedience of Christ. നാം ഇവിടെ ക്രിസ്തുവിന്റെ അനുസരണത്തോടുകൂടെ പങ്കാളികളാകുന്നു. Instruments of righteousness, we are surrendering it to obey Christ. നീതിയുടെ ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അനുസരിക്കേണ്ടതിനായി നാം അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. So that is why it says in Romans chapter 6 verse 16, അതുകൊണ്ടാണ് റോമാലേഖനം 6:16 പറയുന്നത്, know ye not that you to whom ye yield yourselves servants to obey, his servants ye are to whom ye obey, whether of sin unto death or of obedience unto righteousness. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. So how do you yield your members to servants of righteousness? Through partaking in the obedience of Christ. എങ്ങനെയാണ് നീതിയുടെ ആയുധങ്ങളായി ഏൽപ്പിച്ചു കൊടുക്കുന്നത്? അത് ക്രിസ്തുവിന്റെ അനുസരണത്തിൽ പങ്കാളികളായി തീരുന്നതിലൂടെ. So by this experience we are counted righteous also. ഈ അനുഭവത്തിൽ കൂടെ നാം നീതിമാന്മാരെന്നും എണ്ണപ്പെടുന്നു. From on one side we are freed from the sin, disobedient nature. ഒരു ഭാഗത്ത് നമ്മൾ ഈ പാപമാകുന്ന അനുസരണക്കേടിന്റെ സ്വഭാവത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. On the other hand we are partaking of his obedient nature. മറ്റൊരു ഭാഗത്ത് അവന്റെ അനുസരണമുള്ള സ്വഭാവത്തിൽ നമ്മൾ പങ്കാളികളായി തീരുകയും ചെയ്യുന്നു. When we turn to Galatians chapter 3, ഗലാത്യലേഖനം 3-ാം വരുമ്പോൾ, Galatians chapter 3, here we read in verse 27, it says here that for as many of you as have been baptized into Christ have put on Christ. ഗലാത്യലേഖനം 3:27 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. So we have put on Christ means we have put on the obedience of Christ. നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവിന്റെ അനുസരണത്തെ ഉടുത്തിരിക്കുന്നു. You must understand this. നിങ്ങൾ ഇത് മനസ്സിലാക്കണം. Because every day, നിങ്ങൾ ഓരോ ദിവസവും, this is what is the doctrine of baptism. ഇതാണ് ജലസ്നാനത്തിന്റെ ഉപദേശം. This is what the great saints of God who lived and overcame sin, overcame the nature of sin, taught us. ജീവിച്ചിരുന്ന് പാപത്തെയും പാപത്തിന്റെ സ്വഭാവത്തെയെല്ലാം ജയിച്ചതായ ശ്രേഷ്ഠ വിശുദ്ധന്മാർ നമ്മെ പഠിപ്പിച്ച ഉപദേശമാണിത്. This is not a doctrine of the past, of the beginning of our spiritual lives only. ഇത് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഒരു അനുഭവം മാത്രമല്ല. No, it must be an experience right now and today. ഇത് ഇപ്പോൾ തന്നെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ ഒരു അനുഭവമാണ്. So that is why I'm explaining to you this covenant of peace. It is so important. You must understand this truth as it is taught. ആകയാൽ ഈ സമാധാന നിയമം എത്രത്തോളം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നതായ ഈ സത്യങ്ങളിൽ നിങ്ങൾ നന്നായി മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. So therefore when you in baptism, two things are happening. You're freed, dead,
freed from the disobedient nature debt. ആകയാൽ നിങ്ങൾ സ്നാനമേൽക്കുമ്പോൾ ഈ അനുസരണക്കേടാകുന്ന പാപത്തിന്റെ സ്വഭാവത്തിൽ നിങ്ങൾ മോചനം പ്രാപിക്കുന്നു. Debt means freed from sin. നിങ്ങൾ പാപത്തിന് മരിക്കും, അഥവാ നിങ്ങൾ പാപത്തിൽ നിന്ന് മുക്തരാകുന്നു. You're dead with Jesus. നിങ്ങൾ യേശുവിനോട് കൂടെ മരിക്കുന്നു. Then in baptism, on the other hand, you're putting on the obedience of Christ. മറുഭാഗത്ത് സ്നാനത്തിലൂടെ നിങ്ങൾ ക്രിസ്തുവിന്റെ അനുസരണത്തെ ധരിക്കുന്നു. Then we read just now in Romans chapter 6 verse 4. മുമ്പേ നമ്മൾ വായിച്ചല്ലോ റോമാലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ, Therefore we are buried with him by baptism into death. നാം അവന്റെ മരണത്തിൽ പങ്കാളികളായിരുന്ന സ്നാനത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു. So in a grave, that body that has been buried for a long time, കല്ലറയിൽ അടക്കം ചെയ്തതായ ശരീരം അത് ഏറെ നാളുകളാകുമ്പോൾ it will reduce that body to dust. ആ ശരീരം വെറും പൊടിയായി അത് ചുരുങ്ങിപ്പോകുന്നു. So what does this burial mean for us spiritually? ആകയാൽ ആത്മീകമായി അടക്കം ചെയ്യപ്പെടൽ എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അർത്ഥമാക്കുന്നത് എന്ത്? That body becomes dust like the dust around it. അതിന്റെ ചുറ്റിലുമുള്ള പൊടിയോട് ചേർന്ന് ഈ ശരീരവും ഒരു പൊടിയായി മാറുന്നു. Now another body is buried. പിന്നീട് വേറൊരു ശരീരം അടക്കം ചെയ്യുന്നു. After a long time that will also become dust. കുറെ കാലം കഴിയുമ്പോൾ അതും ഈ പൊടിയായി മാറുന്നു. Another body is buried and so many bodies are buried. ഇങ്ങനെ മറ്റൊരു ശരീരം, ഇങ്ങനെ എത്രയോ മൃതദേഹങ്ങൾ അവിടെ അടക്കം ചെയ്യപ്പെടുന്നു. So according to Galatians chapter 3 verse 28, ഗലാത്യ ലേഖനം 3:28 പ്രകാരം, being buried means it helps us, it removes all the distinctions that are in this flesh. നാം അടക്കം ചെയ്യപ്പെടുമ്പോൾ ഈ ജഡശരീരത്തിലുള്ളതായ സകല വ്യത്യാസങ്ങൾ, വിവേചനങ്ങളെല്ലാം പൂർണ്ണമായി നീക്കപ്പെടുന്നു. Verse 28, no Jew, no Greek, no national distinctions, racial distinctions, language distinctions. ഭാഷാ വിവേചനമില്ല, വംശ വിവേചനമില്ല, ദേശം ഭാഷാ വിവേചനങ്ങൾ ഒന്നുമേ അവിടെയില്ല. So if I am here, I am buried in his death, I am one with all the people here. I am of the same language with all of you. ഞാനിവിടെ പാപസംബന്ധമായി അടക്കം ചെയ്യപ്പെട്ടവനാകയാൽ നിങ്ങൾ ഏത് ഭാഷക്കാരാണോ അവരെ പോലെ ഞാനുമായി തീർന്നിരിക്കുന്നു. When I go to another place abroad, there the people of a different nationality, different language, there being a person buried in baptism, now I have become one with them, and there is no distinction in nationality with them, there is no distinction in language with them. I am one with them. ഞാൻ ഇനി വേറൊരു രാജ്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ ഈ സ്നാനത്താൽ അടക്കം ചെയ്യപ്പെട്ടവനായതുകൊണ്ട് അവരേത് ദേശമോ ഏത് ഭാഷക്കാരാണോ ഞാൻ ഒരു വ്യത്യാസവും കൂടാതെ അവരോട് ചേർന്ന് അതേ ദേശക്കാരനായും ഭാഷക്കാരനായും മാറുന്നു. So by faith I have to reckon these distinctions are removed. I am buried with Jesus in baptism. വിശ്വാസത്താൽ ഞാൻ യേശുവിനോടുകൂടി അവനോടുകൂടി ഞാൻ അടക്കം ചെയ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ഇതെല്ലാം നീക്കപ്പെട്ടു എന്ന് ഞാൻ എണ്ണിക്കൊള്ളേണ്ടത് ആവശ്യമായിരിക്കുന്നു. No Jew, no Greek, national distinction. യഹൂദനെന്നോ യവനനെന്നോ ഇല്ല, അഥവാ ദേശീയമായ വ്യത്യാസങ്ങളില്ല. Verse 28. 28-ാം വാക്യം. Galatians 3:28. ഗലാത്യർ 3:28. No bond or free, no social distinctions. ദാസൻ സ്വതന്ത്രനെന്നില്ല എന്ന് പറഞ്ഞാൽ സാമൂഹിക വിവേചനമില്ല. No rich, no poor. ധനവാൻ ദരിദ്രനെന്നില്ല. No caste distinctions. ജാതി വ്യത്യാസമില്ല. I am one with all. ഞാൻ എല്ലാവരോടും ഒന്നായിരിക്കുന്നു. So that's why it says here, you are all one in Christ Jesus. നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? Verse 26. 26. You are all the sons of God by faith in Christ Jesus. നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ ദൈവത്തിന്റെ മക്കളാകുന്നു. I put on the obedience of Christ in baptism. ഞാൻ സ്നാനത്തിലൂടെ ക്രിസ്തുവിന്റെ അനുസരണം ധരിച്ചു. Although in the English it says children of God, I don't know how it is in Malayalam. മലയാളത്തിൽ ദൈവത്തിന്റെ മക്കളാകുന്നു എന്നാണ്. So no, the original it is sons of God by faith. അതിന്റെ മൂലഭാഷയിൽ കാണുമ്പോൾ വിശ്വാസത്താൽ ദൈവത്തിന്റെ പുത്രന്മാരെന്നാണ്. So by faith I reckon these distinctions are removed, being buried with Jesus in baptism. ആകയാൽ വിശ്വാസത്താൽ ക്രിസ്തുയേശുവിനോടുകൂടി അടക്കം ചെയ്യപ്പെട്ട സ്നാനത്തിൽ ഇതെല്ലാം നീക്കപ്പെട്ടു എന്ന് ഞാൻ എണ്ണുന്നു. No male, no female. അവിടെ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഇല്ല. We are all sons of God by faith in Christ Jesus. നാം ക്രിസ്തു
ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ എല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരാകുന്നു. Because we have put on the obedience of Christ. എന്തുകൊണ്ടെന്നാൽ നാം ക്രിസ്തുവിന്റെ അനുസരണം ധരിച്ചിരിക്കുന്നു. So by faith you must reckon it. ആകയാൽ വിശ്വാസത്താൽ നിങ്ങൾ അങ്ങനെ എണ്ണിക്കൊള്ളണം. Then you can be one with others. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഏകീഭവിക്കാം. This is that covenant of peace. Peace with God, peace with man. ഇതാണ് സമാധാന നിയമം. ദൈവത്തോട് സമാധാനം, മനുഷ്യനോട് സമാധാനം. So this is very important for us, so that we may grow together to come to that fullness of Christ. നാം ക്രിസ്തുവിന്റെ ആ സമ്പൂർണ്ണ നിറവിലേക്ക് നാം വളർന്നെത്തേണ്ടതിന് ഇത് നമുക്ക് അത്യാവശ്യമാകുന്നു. For giving us this beautiful experience, partaking, putting on the obedience of Christ, being buried with Christ. By faith, these distinctions all removed. He has made us one in Christ Jesus, sons of God. In Christ Jesus shall we praise God. ക്രിസ്തുവിന്റെ അനുസരണത്തെ ധരിച്ചുകൊണ്ട് നാം എല്ലാവരും ഇങ്ങനെ ക്രിസ്തുവിൽ ഒന്നായിത്തീർന്ന് അവന്റെ നീതിയെ ധരിച്ചുകൊണ്ട് നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിത്തീർന്ന് എല്ലാവിധമായ വിവേചനങ്ങളും മാറ്റപ്പെടുന്ന ഈ അതിമഹത്തായ അനുഭവത്തിനായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. Amen. So therefore, we can. This is how we are drawing nearer to God. എങ്ങനെയാണ് നാം ദൈവത്തോട് സമീപസ്ഥരായി ആനയിക്കപ്പെടുന്നത്? It began with the blood of Jesus. അത് യേശുവിന്റെ രക്തത്തിൽ തുടങ്ങി. Now, by faith, through obedience to the word of God, ഇപ്പോൾ വിശ്വാസത്താൽ ദൈവവചനം അനുസരിക്കുന്നതിലൂടെ, having put on the obedience of Jesus by faith in the word of God, ദൈവവചനത്തിലെ വിശ്വാസത്താൽ ക്രിസ്തുയേശുവിന്റെ അനുസരണത്തെ നമ്മൾ ധരിച്ചതിലൂടെ, through this truth of baptism, ഈ ജലസ്നാന സത്യത്തിൽ കൂടെ we have drawn a little nearer to God. നാം കുറെ കൂടെ ദൈവത്തോട് സമീപസ്ഥരായി. That's why I told you that we're going to come back to Hebrews chapter 10 verse 22. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എബ്രായ ലേഖനം 10:22 നമ്മൾ മടങ്ങി വരുമെന്ന്. So here it says, let us draw near with a true heart in full assurance of faith. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. Look in your Bible. നിങ്ങളുടെ ബൈബിൾ നോക്കുക. Having a heart sprinkled from an evil conscience, ദുർമനസ്സാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായി, and our bodies washed with pure water. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി. So in other words, what is meaning? Bodies washed with pure water. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരെന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഒരർത്ഥം? Now you are yielding the members of your body. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. All that come under the five senses. ഈ എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കീഴിൽ വരുന്നവ. So it's such, I'm yielding my eyes, Romans 6:13, as members that are dead to sin, but alive unto God through Jesus Christ, as instruments of righteousness to God, and then you offer some praises to God. റോമാലേഖനം 6:13 വായിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തെ പാപസംബന്ധമായി മരിച്ച് അതിനെ നീതിക്ക് ആയുധങ്ങളായി സമർപ്പിച്ചുകൊണ്ട് നാം ദൈവത്തിന് അതിനാൽ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായി തീരുന്നു. Then secondly, yield my ears as members that are dead to sin, but alive unto God through Jesus Christ, to do the perfect will of God, as instruments of righteousness unto God. ആദ്യം നമ്മുടെ കണ്ണുകളെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു. പിന്നീട് നമ്മുടെ കാതുകളെ അത് അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കാതെ അതിനെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് ഞാൻ സമർപ്പിച്ചു കൊടുക്കുന്നു. No, just say this. Don't say unrighteous. Just say the right thing. Only one thing. I yield my members as members that are dead to sin, but alive unto God, to do the will of God, as instruments of righteousness unto God. എന്റെ അവയവത്തെ പാപത്തിന് മരിച്ചിട്ട് ജീവിക്കുന്നതായി എന്റെ അവയവത്തെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിനായി ഞാൻ സമർപ്പിച്ചു കൊടുക്കുന്നു. Like that, you commit all your members that come under your five senses. Finally, all the members that come under the sense of touch, I yield it to you as members that are dead to sin, alive unto God as instruments, alive unto God through Jesus Christ our Lord, as instruments of righteousness unto you. ഇങ്ങനെ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ കീഴിൽ വരുന്ന ഓരോന്നിനെയും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഒടുവിൽ നിങ്ങളുടെ സ്പർശനശേഷി നിങ്ങൾ അതിനെയും നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി പാപത്തിന് മരിച്ച് ദൈവത്തിനായിട്ട് നീതിയുടെ അവയവങ്ങളായി ഞാൻ ക്രിസ്തുയേശു മുഖാന്തരം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. This is what it means. Through baptism, you are drawing near with your bodies washed with pure water. This is what the doctrine says. This is what
God has revealed. ഇതാണ് ജലസ്നാനത്തിൽ കൂടെ നാം ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരായി നാം ദൈവത്തോട് അടുത്ത് ചെല്ലുന്നു. ഇതാണ് ഈ ഉപദേശ സത്യത്തിൽ കൂടെ വെളിപ്പെടുന്നത്. This is what has been taught by the saints. ഇതാണ് വിശുദ്ധന്മാർ നമ്മെ പഠിപ്പിച്ചത്. So you just simply get up every morning, Lord, commit my spirit, soul and body, and then you pray, Lord, keep me today, I'm going to work, bless me, bless my family, bless my work. You won't get this life. ദേഹാത്മദേഹിയെ കർത്താവെ നിനക്കായി സമർപ്പിക്കുന്നെന്ന് പറഞ്ഞതിന് ശേഷം എന്നെ അനുഗ്രഹിക്കണം, കുടുംബത്തെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കിത് ലഭിക്കുകയില്ല. You must do it as I've just explained it to you. ഞാനിപ്പോൾ നിങ്ങളോട് വിശദീകരിച്ചല്ലോ, ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. This is the doctrine, but God is teaching us. ഇത് ഉപദേശമാണ്, ദൈവം ഇത് നമ്മെ പഠിപ്പിക്കുന്നു. This is revealed to His holy apostles and prophets, His consecrated servants of God. ഇത് ദൈവത്തിന്റെ പ്രതിഷ്ഠിത ശുശ്രൂഷകരായ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ മുഖാന്തരം വെളിപ്പെട്ടു. This is not man's teaching. ഇത് മാനുഷിക ഉപദേശമല്ല. This is how you can be prepared. You can come into this covenant of peace. ഇങ്ങനെയാണ് നിങ്ങൾ ഒരുക്കപ്പെടുന്നത്, ഇങ്ങനെയാണ് നിങ്ങൾ ഈ സമാധാന നിയമത്തിലേക്ക് വരുന്നത്. Okay. Now the next step. അടുത്ത സ്റ്റെപ്പ്, we need to be found. We must be anointed with the Holy Spirit. നാം പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തരായി കാണപ്പെടണം. We need that anointing. We must speak in tongues. നമുക്ക് അഭിഷേകം വേണം, നാം അന്യഭാഷകൾ സംസാരിക്കണം. So we are being baptized into one body, the body of Christ, according to 1 Corinthians chapter 12. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ ക്രിസ്തുവിന്റെ ശരീരമാകുമാറ് നാം ഏകാത്മാവിനാൽ ഏക ശരീരമാകുമാറ് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. That's what we read in 1 Corinthians chapter 12 verse 13. 1 കൊരിന്ത്യർ 12:13 നമുക്കത് കാണാം. By one Spirit you are baptized into one body, whether be Jews or Gentiles, whether we be bond or free, and have been all made to drink into one Spirit. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. Now you come to Ephesians, the 2nd chapter. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വരുമ്പോൾ here it says in verse 16, 16-ാം വാക്യം, and that he might reconcile both unto God. He might reconcile all of us, Jews, Greeks, all in one body, by the cross, having slain the enmity thereby. ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ യവനന്മാർ ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാൻ തന്നെ. So here again we see all distinctions are removed when you are baptized in the Holy Spirit with the sign of speaking in tongues. അന്യഭാഷാടയാളത്തോടുകൂടി നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ എല്ലാ വ്യത്യാസങ്ങളും വിവേചനങ്ങളും നീക്കപ്പെടുന്നു എന്ന് നമ്മൾ ഇവിടെയും കാണുന്നു. So that's why it says in verse 15, Ephesians 2:15. അതുകൊണ്ടാണ് എഫേസ്യ 2:15 നമുക്ക് പ്രകാരം കാണാൻ കഴിയുന്നത്. Having abolished in his flesh the enmity, even the law of commandments contained in ordinances, for to make in himself of twain one new man, so making peace. 14-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പങ്ങളുമായ ന്യായപ്രമാണം എന്നതായ ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചുവരടിച്ചു കളഞ്ഞുകൊണ്ട് സമാധാനമുണ്ടാക്കി ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും. Before the gospel was preached to the Jews and then to the Gentiles, we who are not Jews. ആദ്യം യഹൂദന്മാർക്ക് സുവിശേഷം അറിയിച്ചു, പിന്നീട് ജാതികൾക്ക് അറിയിച്ചു. നമ്മൾ യഹൂദന്മാരല്ലായിരുന്നു. But now the Lord have made of twain, all of us together, one new man. ഈ ഇരുപക്ഷവും ചേർന്ന് ക്രിസ്തുവിൽ ഒരേ പുതുമനുഷ്യനായിത്തീരുന്നു. So one new man here in this verse means we have become the church. ഒരേ പുതുമനുഷ്യൻ എന്ന് ഇവിടെ പറയുന്ന ഈ വചനം കാണുന്നത് നാം ദൈവസഭയായിത്തീരുന്നു. That's what you read just now. By one Spirit you are baptized into one body. അതുകൊണ്ടാണ് മുമ്പേ നമ്മൾ കേട്ടത് ഏകാത്മാവിനാൽ ഏക ശരീരമാകുമാറും. That body of Christ. ക്രിസ്തുവിന്റെ ശരീരം. According to Colossians 1 verse 18. കൊലോസ്യ ലേഖനം 1:18 കാണും പോലെ that body is called the church. ആ ശരീരം എന്നത് ദൈവസഭയാകുന്നു. He is the head of the body, the church.
അവൻ സഭയാകുന്ന ശരീരത്തിന് തലയാകുന്നു. So all distinctions, when you baptize the Holy Spirit, all distinctions are removed. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ നിങ്ങളിലുള്ള എല്ലാ വിവേചനങ്ങളും വ്യത്യാസങ്ങളും നീങ്ങുന്നു. We are gathered in one body. നാം ഒരേ ശരീരത്തിൽ ഒന്നായി ചേരുന്നു. To form one new man. ഒരേ പുതുമനുഷ്യനായി തീരേണ്ടതിന്. That is the church. അതാണ് സഭ. Glory to God. ദൈവത്തിന് മഹത്വം. So that's what we read in thereafter we have access by one spirit unto the Father. ഏകാത്മാവിനാൽ നമുക്ക് പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ടെന്ന് നമ്മൾ തുടർന്ന് വായിക്കുന്നു. We read here in Colossians. We read in Colossians chapter 3. കൊലോസ്യലേഖനം 3-ാം അധ്യായം. Through this work of the anointing of the Holy Spirit. പരിശുദ്ധാത്മാഭിഷേകം ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ കൂടി. Through the baptism of the Holy Spirit. പരിശുദ്ധാത്മാഭിഷേകത്താൽ. Here in Colossians chapter 3 and verse 5, we are able to put to death all these evil, these things that work in the flesh. കൊലോസ്യലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ജഡത്തിൽ പ്രവർത്തിക്കുന്ന ഈ വിധമായ കാര്യങ്ങളെല്ലാം നമ്മൾ മരിപ്പിക്കുന്നു. All right. So therefore, as these are the defilements that come in our lives to the flesh. ഇത് ജഡത്തിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന മലിനതകളാണ്. The word of God calls it the filthiness of the flesh and of the spirit. ജഡത്തിലെ ആത്മാവിലെയും കന്മഷം എന്നാണ് തിരുവചനം ഇതിനെ വിളിക്കുന്നത്. You all know the scripture. We have to cleanse ourselves from all the filthiness of the flesh and spirit, perfecting holiness in the fear of God. 2 Corinthians chapter 7 verse 1. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുമ്പോൾ ജഡത്തിലെ ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. So all those things are mentioned. This is the filthiness of the flesh and spirit mentioned in 2 Corinthians chapter 7 verse 1. ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷം എന്ന് 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. These are the defilements that proceed from the self life. ഇത് നമ്മുടെ സ്വാർത്ഥ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്നതായ മലിനതകളാണ്. Which are removed through the baptism of the Holy Spirit. ഇത് പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ നീക്കം ചെയ്യപ്പെടുന്നു. So if you don't give room, that's why again and again in the meetings, all the servants of God are leading the meeting. Get filled in the Spirit. Claim this word. Get filled in the Spirit. അതുകൊണ്ടാണ് എല്ലാ യോഗങ്ങളിലും കർത്താവിന്റെ വേലക്കാർ നിങ്ങളെ തുടർച്ചയായിട്ട് നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടേ ഇരിപ്പിൻ എന്ന് നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. So these sins, all these defilements of the flesh have to be removed. These defilements of the self life. അങ്ങനെയാണ് ഈ സ്വയമാകുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ജഡത്തിലെ ഈ സകല മലിനതകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ദൂരീകരിക്കപ്പെടുന്നത്. What are they? എന്താണവ? Colossians 3. കൊലോസ്യലേഖനം 3. You can read from verse 5 onwards. 5-ാം വാക്യം മുതൽ നിങ്ങൾക്കത് കാണാം. These defilements is mentioned as members that are upon this earth in verse 5. 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങൾ എന്നാണ് അവയെ വിളിക്കുന്നത്. But these are the defilements. എന്നാൽ ഇവ മലിനതകളാകുന്നു. These defilements in your spirit means in your thought realm, in your knowledge, in your meditation spirit. നിങ്ങളുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾ, നിങ്ങളുടെ ധ്യാനങ്ങൾ, നിങ്ങളുടെ വിചാരങ്ങൾ, അതാണിവ. So these things you see here, some of these things begin in your spirit. നിങ്ങൾ ഇവിടെ കാണുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ആത്മാവിൽ അഥവാ മനസ്സിൽ ആരംഭിക്കുന്നു. Repent. അനുതപിപ്പിൻ. Then get the anointing. പിന്നീട് അഭിഷേകം പ്രാപിപ്പിൻ. That's why it says in Colossians 3 verse 3. അതുകൊണ്ടാണ് കൊലോസ്യർ 3:3 പറയുന്നത്. Colossians 3 verse 1. കൊലോസ്യർ 3:1. When you are baptized in the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ you are risen with Christ. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. To sit with him in heavenly places. ക്രിസ്തുവിനോട് കൂടെ ഉയരത്തിൽ ഇരിക്കുന്നു. But where is Christ? എവിടെയാണ് ക്രിസ്തു? Jesus is at the very right hand of God. ദൈവത്തിന്റെ അതേ വലത്ത് ഭാഗത്താണ് യേശു ഇരിക്കുന്നത്. When you finally sanctify, get perfect holiness in the fear of God and become perfect. നിങ്ങൾ വിശുദ്ധിയെ തികച്ച് നിങ്ങൾ എല്ലാ കന്മഷവും നീക്കി നിങ്ങൾ അവനെ പോലെ തികഞ്ഞവരായി മാറുമ്പോൾ, then when Jesus comes, യേശു വരും, we will be caught up, നാം എടുക്കപ്പെടും, transformed, രൂപാന്തരപ്പെടും. then we will be with him at the right hand of God. നാം അപ്പോൾ തന്നോടുകൂടെ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കും. Now if you are risen with Christ and to be seated with him in heavenly places, ഇന്ന് നാം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതുമായ അവന്റെ വലത്ത് ഭാഗത്തിരിക്കുമ്പോൾ, verse 3, you are dead.
മൂന്നാം വാക്യം, നിങ്ങൾ മരിച്ചു. I am dead to that self-life. ഞാൻ ആ സ്വാർത്ഥ ജീവിതത്തിന് മരിച്ചു. My life is hid with Christ in God. എന്റെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. Not I, but Christ is living in me. ജീവിക്കുന്നത് ഞാനില്ല, ക്രിസ്തുവത്തിൽ എന്നിൽ ജീവിക്കുന്നു. That's what we did in Galatians 2:20. ഗലാത്യലേഖനം 2:20 ഇത് കാണാം. So when you confess that, ഇതാ നിങ്ങൾ ഏറ്റുപറയുമ്പോൾ then the anointing will come upon you. അഭിഷേകം നിങ്ങളുടെ മേൽ വരും. Then the Lord will put to death that very all this the defilements of this of the self life that you read here. അപ്പോൾ നാം ഇവിടെ വായിച്ചു കേട്ടതായ സ്വാർത്ഥ ജീവിതത്തിലെ എല്ലാ മലിനതകളെയും കർത്താവ് അവിടെ മരിപ്പിക്കും. Again we see in verse 8, anger, wrath, blasphemy, malice, filthy communication out of your mouth, etc. എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. Very easy. വളരെ എളുപ്പം. Some say, oh, I'm having a problem with anger, and as though it's such a slow, difficult thing to get over. ചിലർ പറഞ്ഞു എനിക്ക് ഇന്നാളോട് ഒരു ദേഷ്യമുണ്ട്, പിണക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഒരിക്കലും കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഏതോ വലിയ കാര്യങ്ങൾ പോലെ അവതരിപ്പിക്കുന്നു. No, it's very easy. എന്നാൽ വളരെ എളുപ്പമാണ്. Because we are not doing it. കാരണം ഇത് ചെയ്യുന്നത് നമ്മളല്ല. Not by our might or power. നമ്മുടെ ശക്തിയാലോ ബലത്താലോ അല്ല. By the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ. Hallelujah. Hallelujah. So all these things of the flesh life you can easily God let the anointing believe I am dead. അത് ഞാൻ മരിച്ചെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അഭിഷേകത്തിന് കൊടുത്താൽ ഈ ജഡത്തിന്റെ മലിനതകളെ എളുപ്പത്തിൽ നീക്കാം. I am dead to that self life. നിങ്ങളുടെ അസ്വയ ജീവിതത്തിന് മരിക്കുക. Now not I but Christ lives in me. അപ്പോൾ ഞാനല്ല, ക്രിസ്തുവത്രൻ എന്നിൽ ജീവിക്കുന്നു. So confess all the scriptures. ആകയാൽ ഈ തിരുവെഴുത്തുകളെല്ലാം ഏറ്റുപറയുക. Therefore then the anointing will come upon you. അപ്പോൾ അഭിഷേകം നിങ്ങളുടെ മേൽ വരും. He will mortify all the deeds of the flesh. നിങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തികളെല്ലാം മരിപ്പിക്കും. All these evil all the defilements that are mentioned here. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ അശുദ്ധികളും. Then you can put on the divine nature of Christ. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവങ്ങളെ ധരിക്കാം. First of all, അതിൽ പ്രധാനമായി ഒന്നാമത് verse 11, no more distinction. 11ാം വാക്യം, യാതൊരു വ്യത്യാസവുമില്ല. No more national distinction. ദേശം എന്ന വ്യത്യാസമില്ല. Verse 11, no Greek nor Jew. 11ാം വാക്യം, യവനനെന്നോ യഹൂദനെന്നോ എന്നില്ല. Then no circumcision or uncircumcision. Some say, I was born TPM, you are not from this background. So the religious distinction is there, although we are saved. പരിച്ഛേദന അഗ്രചർമ്മം എന്ന് പറയുമ്പോൾ ചിലർ പറയാറുണ്ട്, ഞാൻ ഈ പെന്തക്കോസ്ത് മിഷനിൽ ജനിച്ചതാണ്, നിങ്ങൾ വേറൊരു ഭാഗത്തു നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മതപരമായ വിവേചനങ്ങൾ, വ്യത്യാസങ്ങൾ കാണാം. Although we are saved, although we are baptized in the Holy Spirit. നാം രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും അഭിഷേകം പ്രാപിച്ചവരാണെങ്കിൽ പോലും no, there is no more circumcision or uncircumcision, no distinction, religious distinction. ഈ അഗ്രചർമ്മമോ പരിച്ഛേദനയൊന്നില്ല എന്ന് പറഞ്ഞാൽ മതപരമായ വിവേചനങ്ങളേ ഇല്ല. We are all one in Christ Jesus. നാം എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. Then neither barbarian, Scythian, verse 11. പിന്നീട് 11ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ശകൻ, ബർബരൻ എന്നില്ല. No distinction in education. വിദ്യാഭ്യാസപരമായ വ്യത്യാസമില്ല. This person studied little, this person studied so much, so high studies. ഇന്നയാള് കുറഞ്ഞ വിദ്യാഭ്യാസമേ ഉള്ളൂ, ഇന്നയാൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളാണ്. In Christ no distinction. ക്രിസ്തുയേശുവിൽ അങ്ങനെയുള്ള വ്യത്യാസങ്ങളില്ല. Then born no free, no social distinction. ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഉള്ള സാമൂഹിക വിവേചനമില്ല. So therefore here we read that we are all made one in Christ Jesus. എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നായി തീർന്നിരിക്കുന്നു. Verse 11, but Christ is all and in all. 11ാം വാക്യം, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. Christ is all to me. ക്രിസ്തു എനിക്കെല്ലാം. He is the Son of God in my life. എന്റെ ജീവിതത്തിൽ യേശു ദൈവപുത്രൻ. Now through the anointing, ഇപ്പോൾ അഭിഷേകത്തിൽ കൂടെ, now I can see by faith Christ is in all. ഇപ്പോൾ എനിക്ക് വിശ്വാസത്തിൽ കാണാം ക്രിസ്തു എല്ലാവരിലും എല്ലാമാകുന്നു. Christ the Son of God is in me. ദൈവപുത്രനായ ക്രിസ്തു എന്നിലുണ്ട്. He is all to me. അവൻ എനിക്കെല്ലാം. Now Christ is in all. ക്രിസ്തു എല്ലാവരിലുമുണ്ട്. Oh, you are a son of God. നീ ദൈവപുത്രനാകുന്നു. You are a son of God. നീ ദൈവപുത്രനാകുന്നു. I can see Christ in you. എനിക്ക് നിന്നിൽ ക്രിസ്തുവിനെ കാണാം. I can see Christ in him. He is the Son of God. എനിക്ക് ക്രിസ്തുവിനെ തന്നിൽ കാണാം, താൻ I can ദൈവപുത്രനാകുന്നു. see all these brothers, they are sons of God. ഞാൻ ഈ സഹോദരന്മാരിൽ കാണുന്നവരെല്ലാം ദൈവപുത്രന്മാർ. I can see all these sisters, they are all sons of God. ഞാൻ കാണുന്ന ഈ സഹോദരിമാരെല്ലാം ദൈവപുത്രന്മാർ. Because Christ is in them. അതുകൊണ്ടെന്നാൽ ക്രിസ്തു എല്ലാവരിലുമുണ്ട്. Shall we praise God? അതിനായി സ്തോത്രം ചെയ്യാം.
Hallelujah. Praise, praise, praise. This is how he is bringing us. This is the covenant of peace. ഇങ്ങനെയാണ് ദൈവം നമ്മെ ഈ സമാധാന നിയമത്തിലേക്ക് കൊണ്ടുവരുന്നത്. So the Lord is doing this work in our lives. ആകയാൽ കർത്താവ് ഈ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു. Ephesians chapter 2. എഫേസ്യ ലേഖനം 2-ാം അധ്യായം. And it says in verse 18, thereby we have access by one Spirit through the Holy Spirit unto the Father. 18-ാം വാക്യത്തിൽ നമുക്ക് ഇരുപക്ഷക്കാർക്ക് ഏകാത്മാവിനാൽ അഥവാ പരിശുദ്ധാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. So now we have boldness to come to the throne of grace. ഇപ്പോൾ നമുക്ക് കൃപാസനത്തിന്റെ അടുക്കൽ ചെല്ലുവാനുള്ള ധൈര്യമുണ്ട്. We have the boldness to have that, come before the throne and to have the true fellowship with the Father and Son through the Holy Spirit. കൃപാസനത്തിന്റെ അടുക്കൽ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള ആ കൂട്ടായ്മയിലേക്ക് വരുവാനുള്ള എല്ലാ ധൈര്യവും നമുക്കുണ്ട്. That's what it says in we can worship God in spirit and in truth. ആത്മാവിലും സത്യത്തിലും നമുക്ക് ദൈവത്തെ നമസ്കരിക്കുവാൻ കഴിയും. 1 John chapter 1. 1 യോഹന്നാൻ 1-ാം അധ്യായം. 1 John chapter 1, we read here in verse 3, it says, that which we have seen and heard declare we unto you, that ye also may have fellowship with us, and truly our fellowship is with the Father and with His Son Jesus Christ. 1 യോഹന്നാൻ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ വാസ്തവമായി കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് അറിയിക്കുന്നു. So, and you have the true liberty to worship God in spirit and in truth. John chapter 4 verse 23 and 24. യോഹന്നാൻ 4:23-24 വായിക്കുമ്പോൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുവാനുള്ള സാക്ഷാൽ സ്വാതന്ത്ര്യം നമുക്ക് അവിടെയുണ്ട്. Because you are allowing the Holy Spirit in order to cleanse all these defilements that come from that self life. നമ്മുടെ സ്വാർത്ഥ ജീവിതത്തിൽ നിന്ന് വരുന്ന സകല മലിനതകളെ നീക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ നാം പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നു. And when any of these old things of the old man work in you, you are repenting and putting it off again, letting allow the Holy Spirit in order to cleanse your life from these defilements and put on the very divine nature of Christ. ആകയാൽ ഈ പഴയ മനുഷ്യന്റെ ഏതെങ്കിലും പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുമ്പോൾ ആ പഴയ മനുഷ്യന്റെ എല്ലാ സ്വഭാവങ്ങളെയും നമ്മിൽ നിന്ന് നീക്കിയിട്ട് ആ പുതിയ മനുഷ്യനെ ധരിക്കുവാൻ അത് നമ്മെ സഹായിക്കുന്നു. This is not a teaching only. ഇത് വെറും ഉപദേശം മാത്രമല്ല. That's what even today in the worship time all of us experience. Only those who gave room to that fullness of the anointing. ആരാധന വേളയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവിന് ഇടം കൊടുത്ത എല്ലാവരും ഇന്ന് അത് അനുഭവമാക്കി. So what are the things you're going to put on of Christ? ആകയാൽ നാം ക്രിസ്തുവിന്റേതായി ധരിക്കേണ്ട കാര്യങ്ങൾ എന്ത്? Read Colossians 3. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം. These are things you must claim when you come when you pray personally. നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അവകാശപ്പെട്ട് ഉന്നയിച്ച് പ്രാപിക്കേണ്ടതായ കാര്യങ്ങൾ. When you pray in your family. നിങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുമ്പോൾ. When you come for the meeting. നിങ്ങൾ മീറ്റിംഗിന് വരുമ്പോൾ. What can you put on of Christ's nature? നിങ്ങൾ ക്രിസ്തുവിന്റേതായി ധരിക്കേണ്ടതായ സ്വഭാവങ്ങൾ. Colossians 3:12 and here it says, put on therefore as the elect of God, holy and beloved, bowels of mercies, kindness, humbleness of mind, meekness, long-suffering, verse 13, forbearing one another, forgiving one another. If any man have a quarrel against any, even as Christ forgave you, so also do ye. Verse 10, above all these things put on charity, which is the bond of perfectness. And verse 15, and let the peace of God rule in your hearts, to the which also you are called in one body, but be thankful. You can experience all this. ഇപ്പോൾ പറയുന്ന അനുഭവങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും ഇതേ സമ്പൂർണ്ണ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. So in other words, മറുവാക്കുകളിൽ പറഞ്ഞാൽ,
We'll have peace with God, having the true fellowship with the Father and the liberty to worship Him in spirit and truth. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടാകുന്നു, ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുവാനുള്ള സമ്പൂർണ്ണമായ സാക്ഷാൽ സ്വാതന്ത്ര്യം നമുക്കുണ്ടാകുന്നു. നാം ഇതിനെ ധരിക്കുന്നതിലൂടെ Putting all this divine nature, എല്ലാ ദിവ്യ സ്വഭാവങ്ങളും നമ്മൾ ധരിക്കുന്നു. transform from glory to glory. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് രൂപാന്തരപ്പെടുന്നു. At the same time, അതേ വേളയിൽ whether it be in the faith homes, വിശ്വാസ വീട്ടിലായാലും there will be a peace. ഒരു സമാധാനം ഉണ്ടായിരിക്കും. Whether it be in all the churches between believers and workers, there will be peace. ദൈവസഭകളെടുത്ത് വിശ്വാസികളും മേലക്കാരും തമ്മിൽ സമാധാനം ഉണ്ടായിരിക്കും. Whether in all the homes between husbands and wives, there will be peace. എല്ലാ ഭവനങ്ങളിലായാലും ഭർത്താവും ഭാര്യയും തമ്മിൽ സമാധാനം ഉണ്ടായിരിക്കും. Whether it be in all the families, among the family members, there will be peace. കുടുംബത്തിലായാൽ ആ കുടുംബാംഗങ്ങൾ എല്ലാവരും തമ്മിൽ സമാധാനം ഉണ്ടായിരിക്കും. Peace of God, this will reign in our lives. ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ വാണുകൊണ്ടിരിക്കും. This is the result of this work, this covenant of peace. ഈ സമാധാന ഉടമ്പടിയുടെ പ്രവൃത്തിയാണിത്. ഇതിന്റെ ഫലമാകുന്നു ഇത്. If you have not experienced it, you do this from now onwards. നോക്കുക, ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇത് മുതൽ നിങ്ങൾ അത് ചെയ്ത് അനുഭവിക്കുക. At the end of this message, I'll give a little explanation from the verses which we read to make you understand it will take place. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതിന് യോഗത്തിന്റെ ഒടുവിലായി ചില വാക്യങ്ങൾ പറഞ്ഞു തരാം. അത് അപ്പോൾ സംഭവിക്കും. You can live in peace always. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമാധാനത്തിൽ ജീവിക്കാം. Okay, so take heed to this word. ആകയാൽ ഈ വചനങ്ങളെ ശ്രദ്ധിക്കുക. You have to study it. നിങ്ങൾ അത് പഠിക്കുക. So if you are just listening, you are not studying it. You need to write it down. വെറുതെ കേട്ടുകൊണ്ടിരുന്നാൽ പഠിക്കാനാവില്ല. നിങ്ങൾ അത് കുറിച്ചെടുക്കുക. So later, write it down. പിന്നീട് നിങ്ങൾ അത് എഴുതിയെടുക്കുക. Get it from somebody else who has written it clearly. ആരുടെ പക്കൽ നിന്നും ചോദിച്ച് വാങ്ങിച്ച് വ്യക്തമായി നിങ്ങൾ എഴുതിയെടുക്കണം. This is a doctrine. ഇത് ഉപദേശമാണ്. Not what we are revealing is coming from through the Holy Spirit. ഇത് ഞങ്ങൾ പറയുന്നതല്ല, ഇത് പരിശുദ്ധാത്മാവിൽ കൂടെ വരുന്നതാണ്. Revealed through His holy apostles. അത് പരിശുദ്ധാത്മാവിൽ കൂടെ അപ്പോസ്തലന്മാരിലൂടെ വെളിപ്പെട്ടതാണ്. That's why they have printed the book Entire Sanctification. അതുകൊണ്ടാണ് അവർ സമ്പൂർണ്ണ വിശുദ്ധീകരണം എന്ന പുസ്തകം അച്ചടിച്ചിരിക്കുന്നത്. That's why they printed the book Water Baptism. അതുകൊണ്ടാണ് ജലസ്നാന സത്യം എന്നതായ ഉപദേശ പുസ്തകം That's why അടിച്ചിരിക്കുന്നത്. they printed the book Doctrine of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഉപദേശം എന്ന പുസ്തകം അവർ That's why അതുകൊണ്ടാണ് they printed the book Anointing of the Holy Spirit. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാഭിഷേകം എന്ന പുസ്തകം ഇറങ്ങിയിരിക്കുന്നത്. You cannot live this life just by listening. വെറുതെ കേട്ടാൽ നിങ്ങൾക്ക് ജീവിക്കാനാവില്ല. You must study it. നിങ്ങൾ അത് പഠിക്കണം. That's why this is a doctrine. അതുകൊണ്ടാണ് ഇത് ഉപദേശമാണ്. You will have peace in all the places I just mentioned just now. ഇപ്പോൾ പറഞ്ഞതായ എല്ലാ സ്ഥാനങ്ങളിലും നിങ്ങൾക്ക് സമാധാനം. Hallelujah. That means you are getting closer and closer to God. അതിന്റെ അർത്ഥം എന്തെന്നാൽ നിങ്ങൾ ദൈവത്തോട് കൂടുതൽ കൂടുതൽ സമീപസ്ഥരാകുന്നു. So finally, ഒടുവിൽ the church has to be presented to the Lord as a glorious church. ഒടുവിൽ സഭ ദൈവത്തിന് മുൻപാകെ ഒരു തേജസ്സേറിയ സഭയായി നിർത്തപ്പെടേണ്ടതായിരിക്കുന്നു. The word of God calls Jesus, when He appears, He will be called our heavenly bridegroom. കർത്താവായ യേശുക്രിസ്തു അവൻ വരുമ്പോൾ നമ്മുടെ സ്വർഗീയ മണവാളൻ എന്ന് വിളിക്കപ്പെടുന്നു. The church who are going to be united with Him, this spirit baptized group of people are growing to that perfection. ആ ക്രിസ്തുവിന്റെ പരിപൂർണതയിലേക്ക് വളരുന്നതായ തേജസ്സേറിയ സഭയായി മാറുവാൻ പോകുന്നതായ ജനം, they are called a chaste virgin. അവർ നിർമ്മല കന്യക എന്ന് വിളിക്കപ്പെടുന്നു. Ephesians 5 verse 27. എഫേസ്യലേഖനം 5:27. They will be they will be found without spot or wrinkle, and without any such thing, holy and without blemish. കറ ചുളുക്ക മുതലായതൊന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി സഭ കാണപ്പെടും. That chaste virgin, ആ നിർമ്മല കന്യക, at the coming of the Lord, കർത്താവിന്റെ വരവിൽ will be united with Christ, ക്രിസ്തുവിനോട് ഏകീഭവിക്കും. and will be His bride in New Jerusalem and Mount Zion. പുതിയ യെരൂശലേമിലും സിയോൻ പർവ്വതത്തിലും തന്റെ മണവാട്ടിയായിരിക്കും. That's the final work. അതാണ് അവസാന പ്രവൃത്തി. But guaranteed, it is guaranteed it will take place. അത് നടക്കുമെന്ന് ഉറപ്പ് നൽകപ്പെട്ട കാര്യമാണ്. Because the word of God says, ദൈവവചനം പറയുന്നു, in this new covenant, which is this covenant of peace, is called with another name,
the new covenant. That's why we call the Bible New Testament. ആകയാൽ ഈ സമാധാന നിയമം എന്നത് അത് പുതിയ നിയമം എന്ന് വിളിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ബൈബിളിലെ ഈ ഭാഗത്തെ നമ്മൾ പുതിയ നിയമം എന്ന് വിളിക്കുന്നത്. This is guaranteed to happen. 100% guarantee. ഇത് 100% നടക്കുമെന്ന ഗ്യാരണ്ടി, ഉറപ്പ് നൽകപ്പെട്ട ഒരു കാര്യമാണ്. But covenant needs two people. എന്നാൽ ഈ ഉടമ്പടിക്ക് രണ്ട് കൂട്ടം ആളുകൾ ആവശ്യം. God is teaching you this doctrine. ദൈവം നിങ്ങളെ ഈ ഉപദേശം പഠിപ്പിക്കുന്നു. You must study and understand this doctrine. നിങ്ങൾ ഈ ഉപദേശം പഠിച്ച് മനസ്സിലാക്കണം. Then surrender to God. ദൈവത്തിനായി നിങ്ങളെ സമർപ്പിക്കണം. God is teaching. If you don't understand, you won't know how to surrender. ദൈവം നിങ്ങളെ പഠിപ്പിച്ചാലും നിങ്ങൾ സമർപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. No covenant. പിന്നെ ഉടമ്പടിയില്ല. Covenant takes at least two people. നിയമം എന്ന് പറയുന്നത് കുറഞ്ഞത് രണ്ട് കൂട്ടം ആളുകളുടെ ഇടയിൽ. So now I believe all of us are taking heed to this doctrine. ആകയാൽ ഇന്ന് നമ്മൾ എല്ലാവരും ചേർന്ന് ഉപദേശം ശ്രദ്ധയോടെ കേൾക്കുന്നു. So Jesus is called the mediator of the new covenant according to Hebrews chapter 9 verse 15. എബ്രായ ലേഖനം 9:15 പ്രകാരം കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ എന്ന് വിളിക്കപ്പെടുന്നു. Yes, not only he has obtained, when he arose from the dead, he received from the Father that promise of the Holy Ghost and shed it upon those who were gathered on the day of Pentecost until today. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ പിതാവിന്റെ പക്കൽ നിന്ന് ഈ വാഗ്ദത്തം പ്രാപിച്ചിട്ട് അന്ന് പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്നവരുടെ മേൽ മാത്രമല്ല ഇന്ന് ഇവിടെ ഇന്ന് ഈ നാൾ വരെ അവനത് പകരുന്നത് മാത്രമല്ല. That's why he is called the high priest after the order of Melchizedek. താൻ അതുകൊണ്ട് തന്നെ മെൽക്കിസെദക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ എന്ന് വിളിക്കപ്പെടുന്നു. According to Hebrews chapter 7 verse 1-3, Melchizedek is the third person of the Trinity, God the Holy Spirit. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മെൽക്കിസെദക്ക് എന്ന് പറയുന്നത് ത്രിത്വത്തിലെ മൂന്നാം വ്യക്തിത്വമായ പരിശുദ്ധാത്മാവാകുന്നു. So he has received from the Father, from the promise of the Holy Spirit, he has given that anointing to the church to form the church, and he has given a consecrated ministry, the ministry after the order of Melchizedek. അവൻ പിതാവിന്റെ പക്കൽ നിന്ന് വാഗ്ദത്തം വാങ്ങിയിട്ട് അവൻ തന്റെ സഭയുടെ മേൽ അതിനെ പകരുക മാത്രമല്ല ഈ മെൽക്കിസെദക്കിന്റെ ക്രമപ്രകാരമുള്ളതായ ഈ ശുശ്രൂഷയെയും സഭയ്ക്ക് നൽകിയിരിക്കുന്നു. That's why it's written in Hebrews chapter 5 verse 4, no man can take this honor upon himself but he that is called of God, as was Aaron. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 5:4 പറഞ്ഞിരിക്കുന്നത് അഹരോനെ പോലെ വിളിക്കപ്പെട്ടവനല്ലാതെ ആരും ഈ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. Verse 5 and 6, so Christ glorified not himself to be made an high priest, but he that said unto him, thou art my son, today have I begotten thee, as he also said in another place, thou art a priest forever after the order of Melchizedek, after he arose from the dead. അതുകൊണ്ടാണ് ക്രിസ്തു മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നെന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. നീ മെൽക്കിസെദക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം. How did he rise from the dead? When he finished, he obeyed the perfected the will of God. താൻ എങ്ങനെയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്? താൻ ദൈവത്തിന്റെ സമ്പൂർണമായ ഇഷ്ടത്തെ താൻ ചെയ്ത് നിവർത്തിച്ചതിനു ശേഷം. So this ministry after the order of Melchizedek is to give you the word, the gospel of peace, the word of reconciliation. ആകയാൽ ഈ സമാധാനത്തിന്റെ വചനവും ഈ നിരപ്പിന്റെ സുവിശേഷവും നൽകുന്നതിനാണ് ഈ ശുശ്രൂഷ നൽകപ്പെട്ടിരിക്കുന്നത്. So that you may also obey it. ആകയാൽ നിങ്ങളും അതനുസരിക്കുക. As it is written in 2 Corinthians 2 കൊരിന്ത്യരിൽ എഴുതിയിരിക്കുന്നത് പോലെ chapter 5 5-ാം അധ്യായം verse 18. This ministry, the apostolic ministry, which is after the order of Melchizedek, ഈ മെൽക്കിസെദക്കിന്റെ ക്രമപ്രകാരമുള്ള ഈ ശുശ്രൂഷ, it is called the ministry of reconciliation according to 2 Corinthians chapter 5 verse 18. 2 കൊരിന്ത്യർ 5:18 പ്രകാരം ഇത് നിരപ്പിന്റെ ശുശ്രൂഷ എന്ന് വിളിക്കപ്പെടുന്നു. So I have to first live in peace with my co-workers, with the workers who are with me, with all the believers. Then only I can fulfill this ministry of reconciliation. ആകയാൽ ഞാൻ ആദ്യം എന്റെ കൂട്ടുവേലക്കാരോട് ദൈവം തന്നിരിക്കുന്ന സഹശുശ്രൂഷകരോട് ഞാൻ സമാധാനത്തിൽ ജീവിക്കണം. അപ്പോൾ മാത്രമേ എനിക്ക് നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്ത് തികയ്ക്കുവാൻ കഴിയൂ. Then only, verse 19, I will have the word of reconciliation, 2 Corinthians 5:19. അപ്പോൾ മാത്രമേ എനിക്ക് 2 കൊരിന്ത്യർ 5:19 പറഞ്ഞിരിക്കുന്നത് പോലെ ഈ നിരപ്പിന്റെ വചനം എനിക്ക് ലഭിക്കൂ. That means
the whole counsel of God to be revealed to the church, ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തേണ്ടതായ ദൈവത്തിന്റെ മുഴുവൻ ആലോചനയും, so that the whole church may do the perfect will of God, അങ്ങനെ സഭ മുഴുവനുമായി ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടം ചെയ്ത് തികയ്ക്കുന്നതിനും, and they will be sanctified thereby. അങ്ങനെ അവർ വിശുദ്ധരായി തീരേണ്ടതിന്. So that's why it says in verse 20, we are the ambassadors of Christ. അതുകൊണ്ടാണ് 20-ാം വാക്യത്തിൽ പറയുന്നത്, ഞങ്ങൾ ക്രിസ്തുവിന് പകരം സ്ഥാനാപതികൾ. But these servants of God can't simply do that. They cannot do it simply. അവർക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാനാവുന്നതല്ല. What did Jesus do to bring about this work of reconciliation? ഈ നിരപ്പിന്റെ പ്രവൃത്തി ചെയ്യേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു ചെയ്യേണ്ടി വന്നതെന്ത്? So the servants of God have to do the same thing. അതേ കാര്യങ്ങൾ തന്നെ കർത്താവിന്റെ വേലക്കാരും ചെയ്യണം. Just because I wear this white garment, I'm not going to be able to do it. ഈ വെള്ള ഉടുപ്പ് ധരിച്ചത് കൊണ്ട് മാത്രം എനിക്കത് ചെയ്യാൻ കഴിയുകയില്ല. No, what should I do? ഞാൻ ചെയ്യേണ്ടതെന്ത്? According to Hebrews chapter 10, ഇബ്രായ ലേഖനം 10-ാം അധ്യായത്തിനനുസരിച്ച്, here it says in verse 20, ഇബ്രായ ലേഖനം 10:20, Jesus rent the veil that is his flesh. യേശുക്രിസ്തു തന്റെ ദേഹം എന്ന തിരശ്ശീലയെ ചീന്തി, and to do the perfect will of God, he rent his will, his flesh, his will. ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടം ചെയ്യേണ്ടതിന് തന്റെ ദേഹം അഥവാ തന്റെ സ്വന്തം ഇഷ്ടത്തെ താൻ ചീന്തി. Servants of God have to rend their flesh likewise. ദൈവത്തിന്റെ ശുശ്രൂഷകരും അതുപോലെ തങ്ങളുടെ ആ ദേഹത്തെ കീറിക്കളയണം. Then he shed his blood for that purpose. ആ ഉദ്ദേശത്തോടുകൂടെ തന്റെ രക്തം അവൻ ചൊരിഞ്ഞു. So consecrated servants of God to do this ministry of reconciliation, to bring the church to the place to be found reconciled to God, perfect in Christ. ക്രിസ്തുവിൽ തികഞ്ഞവരായി ദൈവത്തോട് നിരപ്പിക്കപ്പെട്ടതായ അനുഭവത്തിൽ ദൈവസഭയെ എത്തിക്കേണ്ടതിന് ഈ നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യുന്നതായ ശുശ്രൂഷകർ, according to Colossians chapter 1 verse 24, കൊലോസ്യ ലേഖനം 1:24 പ്രകാരം, they must fill up that which behind of the afflictions of Christ in their flesh for the body, the church. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത് അവർ തങ്ങളുടെ ശരീരത്തിൽ സഭയ്ക്ക് വേണ്ടി പൂരിപ്പിക്കണം. How? എങ്ങനെ? Like Jesus rent his flesh and shed his blood. യേശു തന്റെ ശരീരം കീറി തന്റെ രക്തം ചൊരിഞ്ഞതുപോലെ. Rending his flesh means rending his will. തന്റെ ശരീരം ചീന്തുക എന്ന് പറഞ്ഞാൽ തന്റെ സ്വന്തം ഇഷ്ടത്തെ ചീന്തിക്കളയുക. But to fill up that which is behind of the afflictions of Christ in the flesh, that if the servants have got to fill it up to experience it. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായത് ശുശ്രൂഷകർ ശരീരത്തിൽ പൂരിപ്പിക്കുക അഥവാ അവരത് അനുഭവിക്കേണ്ടിയിരിക്കുന്നു. They must make consecrations in their body to do the whole will of God. ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടം ചെയ്യേണ്ടതിന് അവർക്ക് ശരീരത്തിൽ പ്രതിഷ്ഠ ആവശ്യമായിരിക്കുന്നു. So they have to live according to the consecration, faith life, holy life, life of obedience that is taught to them. ആകയാൽ അവരെ പഠിപ്പിച്ചിരിക്കുന്നതായ പ്രതിഷ്ഠാ ജീവിതം, വിശുദ്ധ ജീവിതം, വിശ്വാസ ജീവിതം അവർ നയിച്ചേ മതിയാകൂ. So that is when they can fill up that which is behind of the afflictions of Christ in their flesh, in their body for the church. അപ്പോൾ മാത്രമേ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിരിക്കുന്നത് അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി തങ്ങളുടെ ദേഹത്തിൽ അവർക്ക് പൂരിപ്പിക്കാൻ കഴിയൂ. Then this work will be done in them and through them. അപ്പോൾ അവരിൽ കൂടെയും ഈ പ്രവൃത്തി ചെയ്യപ്പെടുന്നു. So and then the blessings of that we read, it says in Ezekiel chapter 34, അപ്പോൾ നമ്മൾ പ്രാപിക്കുന്നതായ അനുഗ്രഹങ്ങൾ യെഹെസ്കേൽ പ്രവചനം 34-ാം അധ്യായത്തിൽ verse 25, 25-ാം വാക്യം, I will make with them a covenant of peace. ഞാൻ അവരോടുകൂടി ഒരു സമാധാന നിയമം ചെയ്യും. I will cause the evil beast to cease out of the land. ദുഷ്ടമൃഗങ്ങളെ ദേശത്ത് നിന്ന് ഞാൻ നീക്കിക്കളയും. So the evil beast here is mentioned, evil beast. It speaks of the evil character that's in our life. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദുഷ്ടമൃഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുഷ്ട സ്വഭാവങ്ങളാണ്. So we have to be very careful not to give room to these evil characteristics. ഈ ദുഷ്ട സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കേണ്ടതിന് നമ്മൾ വളരെ ജാഗ്രത പുലർത്തണം. Exodus 23 and verse 29, it says, I will not drive them out before thee in 1 year, lest the land become desolate and the beasts of the field multiply against thee.
പുറപ്പാട് പുസ്തകം 21:29 വായിക്കുമ്പോൾ ദേശം ശൂന്യമാകാതെയും കാട്ടുമൃഗം നിനക്ക് ബാധയായി പെരുകാതെയും ഇരിപ്പാൻ. One of the meaning is the evil character. അതിന്റെ ഒരർത്ഥം എന്ന് പറയുന്നത് ദുഷ്ട സ്വഭാവങ്ങൾ. So when we observe this covenant of peace, I told you about the truth in through the blood of Jesus, through the obedience of Christ, to the baptism of the Holy Spirit. യേശുവിന്റെ രക്തത്താൽ സ്നാനത്തിലെ അനുസരണത്തിലാൽ പരിശുദ്ധാത്മാഭിഷേകത്താൽ നാം ഈ സമാധാന നിയമത്തെ പാലിക്കുമ്പോൾ then the evil beast will cease out of your life, your land. നിങ്ങളുടെ ദേശമാകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ ദുഷ്ടമൃഗങ്ങൾ നീക്കപ്പെടും. That evil character won't be there, or characteristics, only Christ's character. അവിടെ ദുഷ്ടമൃഗങ്ങൾ ദുഷ്ട സ്വഭാവങ്ങൾ ഒരു നാളും കാണപ്പെടുകയില്ല, ക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ മാത്രമേ ഉണ്ടാകൂ. Secondly, രണ്ടാമത്, when you have this covenant of peace, നിങ്ങൾക്ക് ഈ സമാധാന നിയമം ഉണ്ടായിരിക്കുമ്പോൾ, verse 25, 25-ാം വാക്യം, they shall dwell safely in the wilderness. അവ ദേശത്ത് മരുഭൂമിയിൽ നിർഭയമായി വസിക്കും. They shall dwell safely in the wilderness. അവ മരുഭൂമിയിൽ നിർഭയമായി വസിക്കും. So that is speaking of the experience, as it says in Deuteronomy chapter 8. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ The Israelites journeyed through the wilderness. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു. Verse 15. 15-ാം വാക്യം, It was a terrible wilderness. അത് ഒരു ഭയാനക മരുഭൂമി. Terrible. വളരെ ഭയാനകമായിരുന്നു. But there were poisonous serpents. അവിടെ അഗ്നിസർപ്പം അഥവാ വിഷമുള്ള സർപ്പങ്ങൾ, Scorpions. തേളുകൾ, Drought. വരൾച്ച. So, but they were not affected by the poisonous serpents or the scorpions or any such thing. വിഷമുള്ള സർപ്പങ്ങളോ തേളുകളോ ഒന്നും തന്നെ അവരെ ബാധിച്ചതേയില്ല. Because God was bearing them on his shoulders. ദൈവം അവരെ തന്റെ തോളിൽ മേൽ ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു. God was bearing them. ദൈവം അവരെ ചുമന്നുകൊണ്ടിരുന്നു. That is what you read in Deuteronomy 1:31. അതാണ് ആവർത്തനം 1:31 വായിക്കുന്നത്. As long as they kept God's commandments. അവർ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച കാലത്തോളം. As long as you keep all this word, this gospel of peace, this covenant of peace, which God is revealing through that word. ദൈവം തന്റെ വചനത്തിൽ കൂടെ വെളിപ്പെടുത്തുന്ന തന്റെ സുവിശേഷമാകുന്ന ഈ സമാധാന നിയമം നിങ്ങൾ പാലിക്കുന്ന കാലം മുഴുവൻ, yielding to the work of the through the blood of Jesus, through the word of God, through obedience of Christ, and through the anointing of the Holy Spirit. യേശുവിന്റെ രക്തത്താൽ തന്റെ വചനത്തെ അനുസരിക്കുന്നതിനാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഏൽപ്പിക്കുന്നതിനാൽ ആ പ്രവൃത്തി ചെയ്യുന്നിടത്തോളം none of these poisonous serpents, these evil spirits can ever come near you. ഈ വിഷമുള്ള സർപ്പങ്ങൾ അഥവാ ഈ ദുഷ്ടാത്മാക്കളൊന്നും ഒരിക്കലും നിങ്ങളുടെ അടുക്കൽ വരികയില്ല. Amen. Instead, Jesus said, our Lord said, behold, I give unto you power to tread on serpents and scorpions, and over all the power of the enemy, nothing shall by any means hurt you. നമ്മുടെ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, അവ ഒന്നും ഒരിക്കലും നിനക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. Just for you to know, that's in Luke chapter 10 verse 19. ലൂക്കോസ് 10:19 നിങ്ങൾ അത് കുറിച്ചെടുത്തുകൊള്ളുക. But keep this covenant of peace. സമാധാന നിയമം നിങ്ങൾ പാലിക്കുക. Then you will sleep in the woods. അപ്പോൾ നിങ്ങൾ കാടുകളിൽ കിടന്നുറങ്ങുകയും ചെയ്യും. What was there? We read the Lord Jesus was there in the woods. അവിടെ കർത്താവായ യേശു ക്രിസ്തു ആ കാടുകളിലായിരിക്കുന്നു, where all the trees are. എല്ലാ വൃക്ഷങ്ങളും ഉള്ളിടം. We read in chapter 1. In Mark chapter 1 verse 12 and 13, മർക്കോസ് 1:12-13 വാക്യങ്ങളിൽ the Spirit driveth him into the wilderness, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. where was the wild beasts, and the angels ministered unto him. അവിടെ ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു, അവൻ കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരുന്നു. So in the woods, ആ കാടുകളിൽ it speaks of dwelling in the midst of others who have unsanctified nature. വിശുദ്ധീകരിക്കപ്പെടാത്ത സ്വഭാവങ്ങളുള്ള ആളുകളുടെ നടുവിൽ പാർക്കുന്നതിനെ കാണിക്കുന്നു. Pastor A.C. Thomas taught very clearly. Pastor A.C. Thomas അവർകൾ വളരെ വ്യക്തമായി ഇത് പഠിപ്പിച്ചു. He was one of our apostles. നമ്മുടെ അപ്പോസ്തലന്മാരിൽ ഒരാൾ. Is it a sanctified person? ഒരു വിശുദ്ധീകരിക്കപ്പെട്ടതായ ഒരു വ്യക്തി he can live with anyone. തനിക്ക് ആരോടുകൂടെ വേണമെങ്കിലും പാർക്കാം, anywhere, എവിടെ വേണമെങ്കിലും, and in any circumstance, ഏത് സാഹചര്യത്തിലും
he can live in peace തനിക്ക് സമാധാനത്തിൽ അവരോടുകൂടെ ജീവിക്കാം. with all such ones. ഇങ്ങനെയുള്ള എല്ലാവരോടും കൂടെ. So now that means, what does it mean? അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താകുന്നു? If I lose my peace with brother, ഞാൻ ഈ സഹോദരനോടുകൂടെ എന്റെ സമാധാനം നഷ്ടമാക്കിയാൽ, if I don't realize that I am not sanctified enough, ഞാൻ വേണ്ടുന്നതായ നിലയിൽ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല, I will say, see what words he spoke, see he only provoked me, that is why I behave like that, I will say. നോക്കുക, അവൻ എന്താണ് ഈ പറയുന്നത്, അവൻ എന്നെ എപ്പോഴും ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഞാൻ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. No, I am not sanctified enough. ഇല്ല, ഞാൻ വേണ്ടുന്ന രീതിയിൽ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. According to the doctrine of sanctification, ഈ വിശുദ്ധീകരണത്തിന്റെ ഉപദേശപ്രകാരം നോക്കിയാൽ, according to the covenant of peace, സമാധാന നിയമം വെച്ച് നോക്കിയാൽ, if I sanctify myself enough, ഞാൻ വേണ്ടുന്ന രീതിയിൽ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ, he can speak all that to me. തനിക്ക് എല്ലാ കാര്യങ്ങളും എന്നോട് പറയാം, I will still have peace with him. അപ്പോഴും എനിക്ക് തന്നോട് സമാധാനമുണ്ടാകും. This is that covenant of peace. ഇതാണ് ആ സമാധാന നിയമം. Don't blame the others. You are not sanctified enough. Whether it be in the faith homes, whether it be in the church of God, whether it be between husband and wife, whether it be in your families, understand that. മറ്റുള്ളവരെ നിങ്ങൾ കുറ്റം പറയേണ്ട. അത് നിങ്ങളുടെ വിശ്വാസ വീട്ടിലോ നിങ്ങളുടെ സഭയിലോ നിങ്ങളുടെ കുടുംബത്തിലോ വീട്ടിലോ ആകട്ടെ, നിങ്ങൾ മതിയായ നിലയിൽ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. That is why you are losing your peace. അതുകൊണ്ടാണ് നിങ്ങൾ സമാധാനം കളയുന്നത്. It is true that other person is not sanctified. It is very true. ആ വ്യക്തി വിശദീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. But the reason you are losing your peace, you are not yielding to this doctrine of sanctification thoroughly, this covenant of peace thoroughly. That is why you are losing your peace. എന്നാൽ നിന്റെ സമാധാനം നഷ്ടപ്പെടുവാൻ കാരണമെന്നത് നീ നിരപ്പിന്റെ സുവിശേഷത്തിന് അല്ലെങ്കിൽ ഈ സമാധാന നിയമത്തിന് നീ പൂർണ്ണമായി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് നിനക്ക് നിന്റെ സമാധാനം നഷ്ടപ്പെടുന്നത്. So this great saints who live this truth have taught us that they are not teaching a theory. ആകയാൽ ഈ ശ്രേഷ്ഠ വിശുദ്ധന്മാർ ഈ ഉപദേശപ്രകാരം ജീവിച്ചിട്ട് അവർ നമ്മെ പഠിപ്പിച്ചതല്ലാതെ അവർ വെറും ഒരു തത്വം അവതരിപ്പിച്ചിട്ട് പോയതല്ല. Hallelujah! Hallelujah! You will experience that grace. നിങ്ങൾ കൃപയാൽ അത് അനുഭവിക്കും. Through the anointing, അഭിഷേകത്തിലൂടെ. the work is finished on the cross. ആ പ്രവൃത്തി ക്രൂശിൽ തികഞ്ഞിരിക്കുന്നു. And because he is the mediator of the New Testament, എന്തുകൊണ്ടെന്നാൽ അവൻ പുതുനിയമത്തിന്റെ മധ്യസ്ഥൻ. the work is finished. Message ഇനി തീർന്നില്ല. മെസ്സേജ് തീർന്നില്ല, പക്ഷെ ആ പ്രവൃത്തി തികഞ്ഞു. കാൽവരി ക്രൂശിൽ. കാൽവരി ക്രൂശിൽ ഇനി കുറച്ച് അല്പസമയം ഇന്നുണ്ട്. അല്പസമയം കൂടെ ഉണ്ട്. ഇപ്പോ next one we see in verse 26. അടുത്തതായി നമുക്ക് 26-ാം വാക്യത്തിൽ കാണാം. I will make them and the places round my hill a blessing, and I will cause the shower to come down in his season, and there shall be showers of blessing. ഞാൻ അവയെയും എന്റെ കുന്നിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമാക്കി വെക്കും. ഞാൻ തക്ക സമയത്ത് മഴ പെയ്യിക്കും. അത് അനുഗ്രഹകരമായ മഴയായിരിക്കും. Amen. God will send his doctrine like rain. ദൈവം തന്റെ ഉപദേശത്തെ മാരി പോലെ ചൊരിയും. Because it says in Zechariah 10 verse 2, ask ye of the Lord rain in the time of the latter rain, so the Lord shall make bright clouds. Chapter 10 verse 1 in English. So the Lord shall make bright clouds and send showers upon every grass of the field. സെക്കര്യാപത്തിന്റെ വായിക്കുമ്പോൾ, പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ. യഹോവ മിന്നൽ പിണറുണ്ടാക്കുന്നുവല്ലോ, അവൻ വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്യിച്ചു കൊടുക്കും. Zechariah 10 verse 1. സെക്കര്യാപത്തിന്റെ 1. So what is this latter rain? എന്താണ് ഈ പിന്മഴ? First it speaks of the doctrine. ഒന്നാമത് ഉപദേശത്തെ കാണിക്കുന്നു. Without the doctrine you cannot come to that place to be perfect as Christ. ഉപദേശം കൂടാതെ നിനക്ക് ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരുവാൻ സാധിക്കുകയില്ല. You cannot be fully reconciled to God to experience this fullness of that covenant of peace. ഈ സമാധാന നിയമത്തിന്റെ പൂർണ്ണത അനുഭവിക്കേണ്ടതിന് നിനക്ക് പൂർണ്ണമായി ദൈവത്തോട് നിരപ്പിലെത്തുവാൻ സാധിക്കുകയുമില്ല. He'll send the latter rain. അപ്പോൾ അവൻ പിന്മഴയയക്കും. Lord, when says send the rain, Lord. കർത്താവേ, ആ പിന്മഴ അയക്കണമേ. All these days, all over praying, all of you were praying, all of us were praying. ഈ നാളുകളിൽ ഈ സ്ഥലത്തും എല്ലായിടത്തും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Send the latter rain. പിന്മഴ അയക്കണമേ. In all the meetings, the latter rain has been poured out. എല്ലാ യോഗങ്ങളിലും തന്നെ പിന്മഴ പകരപ്പെടുന്നു. The doctrine is dropping as the rain. ഉപദേശം ആരി പോലെ ചൊരിയുന്നു. According to Deuteronomy chapter 32 verse 2. ആവർത്തന പുസ്തകം 32:2 കാണുന്നത് പോലെ. So I will
make them and the places round about my hill a blessing. ഞാൻ അവരെ എന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു അനുഗ്രഹമാക്കി വയ്ക്കും. God will make you a blessing to all the others. You will live this life and go with the doctrine all over. നിങ്ങൾ ഈ ജീവിതം നയിച്ചുകൊണ്ട് ഈ ഉപദേശവുമായി എല്ലായിടത്തും ചെല്ലുക. ദൈവം നിങ്ങളെ എല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കും. With the doctrine comes the anointing. ആ അഭിഷേകം ഉപദേശ അഭിഷേകത്തിൽ കൂടെ പകരപ്പെടുന്നു. That's why after every message we get an anointing. നാം ഓരോ ദൂതിന്റെ ഇടയിലും ഒരു അഭിഷേകം പ്രാപിക്കുന്നു. After every message there's a mighty anointing. ഓരോ ദൂതിന് ശേഷം ഒരു അതിശക്തമായ അഭിഷേകം ഉണ്ടാകുന്നു. So this is how the Lord is making us the precious fruit of the earth, perfect as Christ. ഇങ്ങനെയാണ് ക്രിസ്തു തികഞ്ഞവനായിരിക്കുന്നത് പോലെ ദൈവം നമ്മെ ഭൂമിയുടെ വിലയേറിയ ഫലമാക്കി തീർക്കുന്നത്. And then next we see Ezekiel 34 verse 27, and the tree of the field shall yield a fruit. എസ്കേൽ 34:27 കാണുന്നത് പോലെ വയലിലെ വൃക്ഷം ഫലം കായ്ക്കുന്നു. Our life, we will become trees of righteousness. നാം നീതി വൃക്ഷങ്ങളായി തീരേണ്ടിയിരിക്കുന്നു. That is what it says, Isaiah chapter 61. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം. The tree, we are becoming the planting of the Lord, the trees of righteousness, that he might be glorified. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് നാം നീതി വൃക്ഷങ്ങൾ യഹോവയുടെ നടുതലയായും മാറുന്നു. So therefore you will become trees of righteousness, bringing forth the fruits of righteousness. ആകയാൽ നീതിഫലങ്ങളെ കായ്ക്കുന്ന നീതിവൃക്ഷങ്ങളായി നിങ്ങൾ മാറുന്നു. As you grow every step of the doctrine, ഈ ഉപദേശത്തിന്റെ ഓരോ പടികളിൽ നിങ്ങൾ വളരുമ്പോൾ you'll be bringing forth the fruits of righteousness. നിങ്ങൾ നീതിഫലങ്ങളെ നൽകുന്നവരാകുന്നു. Then you can see all around you too. അപ്പോൾ നിങ്ങളുടെ ചുറ്റിലുമുള്ളവരെല്ലാവരും they too will receive this blessing. അവരും ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് കാണാം. That's why it's written here, the earth shall yield an increase. ഭൂമി അതിന്റെ ഫലം നൽകുന്നു. The earth shall yield the increase. ഭൂമിയും അതിന്റെ വിളവ് നൽകുന്നു. God will bless you and make you a blessing. ദൈവം നിന്നെ അനുഗ്രഹിച്ച് നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. God told Abraham, I'll bless you and make you a blessing. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. In you shall all the nations of the earth be blessed. നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. God wants to bless you, oh people of God, and make you a blessing for the whole of this district, for the whole of this state, for the whole, wherever you go, all over the world. ദൈവജനമേ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ട് നിങ്ങളെ ഈ സ്ഥലത്തിന്, ഈ ജില്ലയ്ക്ക്, ഈ രാജ്യത്തിന് നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം നിങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്നു. Oh, you are going to see the earth bringing forth the increase. ഭൂമി അതിന്റെ വിളവ് നൽകുന്നത് നിങ്ങൾക്ക് കാണാം. Then you will be safe in the land. You will know Jesus is the Lord. നിങ്ങൾ അപ്പോൾ ദേശത്ത് നിർഭയമായി വസിക്കും. യേശു കർത്താവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. Jesus is Lord. യേശുവാണ് കർത്താവ്. When I have broken the bands of your yoke, delivered you out of the hand of those that made you to serve them. അവരുടെ നുകക്കഴികളെ പൊട്ടിച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചവരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുമ്പോൾ, so that is why it says in Leviticus chapter 26. ലേവ്യാപുസ്തകം 26-ാം അധ്യായത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു. Leviticus chapter 26. ലേവ്യാപുസ്തകം 26-ാം അധ്യായം verse 13. 13-ാം വാക്യം. I am the Lord your God which brought you forth out of the land of Egypt, that you should not be their bondmen, and I have broken the bands of your yoke and made you to go upright. Leviticus 26 verse 13. ലേവ്യാപുസ്തകം 26-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഞാൻ അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ എനിക്ക് ജനമായിരിക്കേണ്ടതിന് മിസ്രയീമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. According to Isaiah 26 verse 13, at one time other lords, I mean sins were like lords over us. യെശയ്യാ 26:13 കാണുമ്പോൾ മറ്റു കർത്താക്കന്മാർ അഥവാ പലവിധമായ പാപങ്ങൾ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തി. Now I am the Lord thy God. ഇപ്പോൾ ഞാൻ തന്നെ നിങ്ങളുടെ ദൈവമായ യഹോവ, brought you out of the land of Egypt. മിസ്രയീമിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുവിച്ചവൻ, that you should not be their bondmen. നിങ്ങൾ ഇനി അടിമകളാകാതിരിപ്പാൻ. Oh, I have broken the bands of your yoke. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ചിരിക്കുന്നു. and made you to go upright. നിങ്ങളെ ഞാൻ നിവർന്ന് നടക്കുമാറാക്കുന്നു. Oh yes, the Lord is giving you the liberty. കർത്താവ് നിങ്ങൾക്ക് ഇതാ വിമോചനം നൽകുന്നു. Where the Spirit of the Lord is, there is liberty. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. Isaiah 10:27, the yoke shall be destroyed because of the anointing. യെശയ്യാ 27 അഭിഷേകത്താൽ അടിമനുകം തകർക്കപ്പെടും. When you surrender to His truth,
truths. തന്റെ സത്യത്തിന് നിങ്ങളെ സമർപ്പിക്കുമ്പോൾ Oh, the word of God says, തിരുവെഴുത്ത് പറയുന്നത് the anointing will come upon you. അഭിഷേകം നിങ്ങളുടെ മേൽ വരും. Isaiah 10 verse 27, the yoke shall be destroyed because of the anointing. 27 അഭിഷേകം നിമിത്തം പുഷ്ടി നിമിത്തം അടിമതുകം തകർക്കപ്പെടും. Hallelujah. ഹല്ലേലൂയ. You will experience the true liberty. That means Jesus is Lord of your life. നിങ്ങൾ സാക്ഷാത് സ്വാതന്ത്ര്യം അനുഭവിക്കുമെന്ന് പറഞ്ഞാൽ യേശു നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവായിരിക്കും. When Jesus is Lord, according to Philippians chapter 2 verse 9 to 11. ഫിലിപ്പിയ ലേഖനം 2:9 മുതൽ 11 വരെ വായിക്കുമ്പോൾ യേശു കർത്താവായിരുന്നാൽ all the things in heaven, things on earth, you and I, and all the things under the earth will bow down at the name of Jesus when you say Jesus Christ is Lord. യേശു കർത്താവ് എന്ന് പറയുമ്പോൾ സ്വർലോകർ ഞാനും നിങ്ങളും അത് ഭൂമിയിലുള്ളതെല്ലാം യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞ് എല്ലാ മുഴങ്കാലും മടങ്ങും. Then finally, ഒടുവിൽ this covenant of peace is also called as the sure mercies of David. ഈ സമാധാന നിയമം ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്നും വിളിക്കപ്പെടുന്നു. We read that in Isaiah chapter 55 verse 3. യെശയ്യാപ്രവചനം 55:3 വാക്യത്തിൽ ഇത് കാണാം. It's called the everlasting covenant. അത് നിത്യനിയമം എന്ന് വിളിക്കപ്പെടുന്നു. The sure mercies of David. ദാവീദിന്റെ സുസ്ഥിരമായുള്ള കൃപകൾ. Isaiah 55 verse 3. യെശയ്യാവ് 55:3. Okay, now what is it written about this sure mercies of David, which is the everlasting covenant? ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്നതായി ശാശ്വത നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ, just for information, this is about the restoration of the kingdom of Israel. That's what this is about. ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിക്കപ്പെടുന്നതിനെ prophetically. പ്രവചനപരമായി അതാണ് ഇതിനെ കാണിക്കുന്നത്. നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. But for us, what implication does it have? നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ലഭിക്കുന്ന സൂചന എന്ത്? Listen carefully. ശ്രദ്ധിക്കുക. According to what is written about the sure mercies of David, which was experienced by the Lord Jesus, കർത്താവായ യേശുക്രിസ്തുവിലൂടെ അനുഭവവേദ്യമാകുന്ന ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്നാൽ എന്ത്? according to Acts chapter 13 അപ്പോസ്തലപ്രവൃത്തി 13 അധ്യായം verse 32 to 34, 32 മുതൽ 34 വരെ. here it says, this promise was made unto our fathers. വാഗ്ദത്തം നമ്മുടെ പിതാക്കന്മാർക്കുള്ളത്. God has fulfilled it. ദൈവം അത് നിവർത്തിച്ചു. Unto us their children, മക്കളാകുന്ന നമുക്ക് നിവർത്തിച്ചു. in that he raised Jesus again from the dead. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ. Verse 33, thou art my, as it is also written in the second psalm, thou art my son, this day have I begotten thee. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. Verse 34, and as concerning that he raised him up from the dead, now to no more to return to corruption, he said on this wise, I will give you the sure mercies of David. This is that everlasting covenant for us. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ദാവീദിന്റെ വിശുദ്ധ കൃപകളെ നിങ്ങൾക്ക് നൽകുമെന്ന് എഴുതിയിരിക്കുന്നു. ഇതാകുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളതായ നിയമം. Through this covenant of peace, through this ministry of reconciliation, ആകയാൽ ഈ സമാധാന നിയമത്തിലൂടെ ഈ നിരപ്പിന്റെ ശുശ്രൂഷയിൽ കൂടെ we have got the hope. That is, we are going to partake in the glorious resurrection, or we are going to partake of the rapture when Jesus comes. കർത്താവായ യേശുക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ ഉള്ളതായ ആ ഉൽപ്രാപണത്തിൽ തേജസ്സിന്റെ പുനരുത്ഥാനത്തിൽ നമ്മൾ പങ്കാളികളായി തീരും എന്നുള്ളതായ ഒരു പ്രത്യാശ. Through the sure mercies of through this everlasting covenant, we have the hope of that transformation at the coming of the Lord. ആ ശാശ്വത നിയമത്തിലൂടെ നമുക്ക് കർത്താവായ യേശുവിന്റെ വരവിലുള്ള രൂപാന്തരത്തെ കുറിച്ചുള്ളതായി ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. God is promising this. ദൈവം അത് വാഗ്ദത്തം ചെയ്യുന്നു. What does God say? എന്താണ് ദൈവം പറയുന്നത്? I won't remove my covenant of peace. ഞാൻ ആ സമാധാന നിയമം നീക്കിക്കളയുകയില്ല. I won't remove my covenant of peace. ഞാൻ ആ സമാധാന നിയമം എടുത്തു കളയുകയില്ല. So that is what God says. ഇതാകുന്നു ദൈവം പറയുന്നത്. So therefore we have to trust it and believe in our God. നാം അത് വിശ്വസിച്ച് നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കണം. Isaiah 54 verse 10. യെശയ്യാവ് 54:10. The mountain shall depart and the hills be removed, but my kindness shall not depart from thee, shall not depart from thee, neither shall the covenant of my peace be removed, said the Lord that had mercy on you and me. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എന്നാൽ എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാനം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. Finally, ഒടുവിൽ
When you are raised up as the bride of Christ, perfect as Christ, transformed. അതേ ക്രിസ്തുവിൽ തികഞ്ഞവരായി തീർന്ന ക്രിസ്തുവിനെ മണവാട്ടിയായി നിങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെട്ട് നിങ്ങൾ രൂപാന്തരപ്പെടുമ്പോൾ Through Jesus, the mediator of the new covenant, what are we going to receive? പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിലൂടെ നമ്മൾ എന്താണ് പ്രാപിക്കുന്നത്? Read together. Everybody take your Bible. Open your Bible. Hebrews chapter 9. എല്ലാവരും ഒരുമിച്ച് വേദപുസ്തകം കയ്യിലെടുക്കുക. എബ്രായ ലേഖനം 9-ാം അധ്യായം. Hebrews chapter 9. എബ്രായ ലേഖനം 9-ാം അധ്യായം Verse 15. 15-ാം വാക്യം. All of us shall read this word together. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അത് ഒരുമിച്ച് വായിക്കാം. Whatever language or Bible you have, let's read it together. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ ഏത് ഭാഷയിലായാലും ഒരുമിച്ച് വായിക്കാം. Hebrews chapter 9 verse 15. എബ്രായ ലേഖനം 9:15. Read. And for this cause, he is the mediator. And he is the mediator of the new covenant, that by means of death, for the redemption of the transgressions that were under the first testament, they which are called might receive the promise of eternal inheritance. You will then receive the promise of eternal inheritance. അപ്പോൾ നിങ്ങൾക്ക് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം ലഭിക്കും. Yes, we are going to inherit Zion for the sons of God, New Jerusalem, and all that Jesus has. ആകയാൽ ശുശ്രൂഷകർ സിയോനും ദൈവമക്കൾ പുതിയ യെരൂശലേമും കർത്താവായ യേശുവിനുള്ളതെല്ലാം അവർ അവകാശമാക്കും. Let us all stand. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Now we are just going to get filled in the Spirit, claiming the word of God. ദൈവത്തിന്റെ വചനങ്ങളെ അവകാശപ്പെടുത്തിക്കൊണ്ട് ആത്മാവിൽ നിറയാം. No need to sing any chorus whatsoever. ഇപ്പോൾ ഒരു കോറസും പാടേണ്ടതില്ല. Only believe His word. തന്റെ വചനം വിശ്വസിക്കാം. Amen. Let's just start praising God. നമുക്കിപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങാം. Anointing is coming upon you. ഒരു പുതിയ അഭിഷേകങ്ങളുടെ മേൽ വരുന്നു. The mediator of the new covenant, our Lord Jesus, is here. നമ്മുടെ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു നമ്മുടെ നടുവിലുണ്ട്. Open your heart. ഹൃദയം തുറക്കൂ. Receive His word. തന്റെ വചനം കൈക്കൊള്ളൂ. Amen. Let the blood of Jesus draw you nigh to God. യേശുവിന്റെ രക്തം നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കട്ടെ. Repent if you have to repent of anything right now. ഏതിനെ ഓർത്തെങ്കിലും മാനസാന്തരപ്പെടാനുണ്ടെങ്കിൽ മാനസാന്തരപ്പെടൂ. Let the blood of Jesus purge your conscience, purge your heart, cleanse your heart from all the evil conscience. യേശുവിന്റെ രക്തം നിങ്ങളുടെ ദുർമനസാക്ഷിയെ നീക്കി നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കട്ടെ. From all the guilt of sin. പാപത്തിന്റെ ബോധത്തിൽ നിന്ന്. Then surrender to put on the obedience of Christ. ക്രിസ്തുവിന്റെ അനുസരണം ധരിക്കുവാൻ സമർപ്പിക്കൂ. Yes, if you have not obeyed the truth of baptism, surrender to obey the truth of baptism. ജലസ്നാന സത്യം അനുസരിച്ചിട്ടില്ല എങ്കിൽ അനുസരിക്കുവാനായി സമർപ്പിക്കൂ. If you have obeyed the truth of baptism, surrender to continue to put on that obedience of Christ. ജലസ്നാനം സ്വീകരിച്ചവരാണെങ്കിൽ ക്രിസ്തുവിന്റെ അനുസരണം ധരിക്കുവാനായി തുടർന്ന് സമർപ്പിച്ചുകൊണ്ടേയിരിക്കൂ. Oh, realize we are buried with Him into His death. നിങ്ങൾ അവനോടുകൂടി അവന്റെ മരണത്തിൽ അടക്കം ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കൂ. By faith, see, there is no more national distinction. വിശ്വാസത്താൽ ഇനി ദേശം എന്ന വിവേചനമില്ല. No more social distinction. സാമൂഹിക വിവേചനമില്ല. No more male nor female. ഇനി ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. Oh, by the baptism of the Holy Spirit. പരിശുദ്ധാത്മാഭിഷേകത്തിൽ കൂടെ. No more religious distinction. ഇനി മതപരമായ വ്യത്യാസമില്ല. No more distinction in education. ഇനി വിദ്യാഭ്യാസ വിവേചനമില്ല. We are all the sons of God in Christ Jesus. നാം എല്ലാവരും ക്രിസ്തുയേശുവിൽ ദൈവപുത്രന്മാർ. Christ the Son of God is all to me. ദൈവപുത്രനായ ക്രിസ്തു എനിക്ക് എല്ലാം. Christ the Son of God is in all. ദൈവപുത്രനായ ക്രിസ്തുവാണ് Because എല്ലാത്തിലും. I am crucified with Christ, I am dead to the self-life. എന്തുകൊണ്ടെന്നാൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്റെ സ്വയത്തിന് മരിച്ചിരിക്കുന്നു. No, not I, but Christ lives in me. ഇപ്പോൾ ഞാനല്ല ക്രിസ്തുവിനിൽ ജീവിക്കുന്നു. Then give room to the anointing. ഇനി നമുക്ക് അഭിഷേകത്തിന് ഇട കൊടുക്കാം. Put to death all the defilements of the self-life. സ്വയ ജീവിതത്തിന്റെ മലിനതകളെ മരിപ്പിക്കാം. Put on the divine nature of Christ. ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവങ്ങൾ ധരിക്കാം. Anointing is coming upon you. അഭിഷേകത്തിന്റെ മേൽ വരുന്നു. Anointing is coming upon us. അഭിഷേകം നമ്മുടെ മേൽ വരുന്നു. The Lord is giving us His latter rain. കർത്താവ് തന്റെ പിന്മഴ തരുന്നു. Now the rain of the anointing is coming down. അഭിഷേകം മാറി ഇറങ്ങുന്നു. Rain is coming down. മാറി ഇറങ്ങുന്നു. Oh, speak in tongues. അന്യഭാഷ പറയാം. When you surrender to this doctrine, ഈ ഉപദേശത്തിന് ഇതിനെ ഏൽപ്പിക്കുമ്പോൾ you are entering into the covenant of peace with God. ദൈവത്തോടുള്ള സമാധാന നിയമത്തിൽ കടക്കുന്നു. Now God is responding. ഇപ്പോൾ ദൈവം പ്രതികരിക്കുന്നു. I will bless you. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. I will make all the place round about my hill a blessing. ഞാൻ നിന്റെ കുന്നിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെ അനുഗ്രഹമാക്കും. There shall be showers of rain. അവിടെ അനുഗ്രഹത്തിന് മഴ ചൊരിയും. On the stage there will be rain.
on the stage. ഓ ഈ സ്റ്റേജിൽ മഴ പൊഴിയും. There'll be stage on the floor. പിന്നീട് ഈ തറയിൽ മഴ പൊഴിയും. There'll be stage wherever the people are listening to this word. ചുറ്റിനും കേട്ടിരിക്കുന്നവരുടെ എല്ലാവരുടെ മേലും മഴ പൊഴിയും. Speak in tongues. അന്യഭാഷ പറയും. Rain is coming മഴ down ഇറങ്ങുന്നു. from Zion. സിയോനിൽ നിന്ന് You are becoming the precious fruit of the earth. ഭൂമിയിലെ വിലയേറിയ ഫലമായി തീരുന്നു. Anointing is coming upon you. അഭിഷേകം നിന്റെ മേൽ വരുന്നു. All the evil beast is going out. ദുഷ്ടമൃഗങ്ങൾ ഓടിപ്പോകുന്നു. All the evil character is going out. ദുഷ്ട സ്വഭാവങ്ങൾ ഓടിപ്പോകുന്നു. Oh, you are becoming. Oh, the Lord is breaking all the yokes in your life. കർത്താവ് നിന്റെ ജീവിതത്തിലെ നുകങ്ങളെ ഒടിക്കുന്നു. All the yokes are being destroyed. എല്ലാ നുകങ്ങളും തകരുന്നു. Oh, receive that anointing. അഭിഷേകം പ്രാപിക്കാം. Receive that anointing. അഭിഷേകം പ്രാപിക്കാം. Oh, the Lord is breaking every yoke. കർത്താവ് എല്ലാ നുകങ്ങളെയും തകർക്കുന്നു. He is becoming Lord of your life. നോക്കുക, He is becoming Lord. കർത്താവ് എന്ന് ഉച്ചരിക്കും. He is becoming Lord. അവൻ കർത്താവാകുന്നു. He is becoming Lord. അവൻ നമ്മുടെ കർത്താവാകുന്നു. You will tread on serpents. നീ പാമ്പുകളെ മെതിക്കും. You will tread on നീ scorpions. തേളുകളെ ചവിട്ടും. You will tread on all the power of the enemy. ശത്രുവിന്റെ സകല ബലത്തെയും Get ചവിട്ടും. filled in the spirit. Don't keep quiet. മിണ്ടാതിരിക്കേണ്ട, ആത്മാവിൽ നിറയാം. In 2 or 3 minutes, we're going to stop this meeting. 2-3 മിനിറ്റിലോകം അവസാനിക്കും. Speak in tongues. അന്യഭാഷ പറയാം. Speak in tongues. അന്യഭാഷ പറയാം. The yoke is being destroyed. നുകം തകരുന്നു. Jesus is Lord. യേശു കർത്താവ്. Jesus is യേശു Lord. കർത്താവ്. Oh, He is bringing you trees of righteousness. ഇതാ നമ്മെ നീതിവൃക്ഷങ്ങളാക്കുന്നു. You are bringing forth the fruits of നമ്മൾ righteousness. നീതിഫലം കായ്ക്കുന്നു. The earth is going to yield the increase. നോക്കുക, നിലം വിളവ് നൽകും. Speak in അന്യഭാഷ tongues. പറയാം. Good. The anointing is coming down. അഭിഷേകം ഇപ്പോൾ വരുന്നു. It is good. അത് നല്ലത് തന്നെ. But not, He wants to give showers. എന്നാൽ ദൈവം നമുക്കതൊരു മാരി തരുവാൻ The ആഗ്രഹിക്കുന്നു. songwriter sings, പ്രകാരം പാട്ടുകാരൻ പാടുന്നു. mercy drops are falling. Mercy drops. നോക്കുക, ദയ മാരി പോലെ ചെല്ലുന്നു. Only drops. കരുണയുടെ തുള്ളികൾ. No, Lord, we don't want mercy drops. കർത്താവേ, കരുണയുടെ തുള്ളികൾ. I want showers. എനിക്ക് വേണ്ടത് മാരി. There should be a flood in this hall. ഇവിടെ ഒരു പ്രളയം ഉണ്ടാകട്ടെ. Let there be a flood in this hall. ഇവിടെ ഒരു From the ജലപ്രവാഹമാകട്ടെ. stage to the back of the hall. സ്റ്റേജിൽ നിന്ന് പന്തന്റെ ഒടുവിൽ വരെ. Only 2 more minutes. 2 മിനിറ്റുകൾ കൂടെ മാത്രം. That's the sure mercies of David. ദാവീദിന്റെ നിശ്ചല കൃപകൾ. The everlasting covenant ശാശ്വത നിയമം. that is speaking about the transformation and the rapture. അത് വരവിലുള്ളതായ രൂപാന്തരത്തെയാണ്. Such an anointing is going to come upon you. അങ്ങനെ ഒരു അഭിഷേകം നിന്റെ മേൽ വരും. And if Jesus comes now, യേശു ഇപ്പോൾ വന്നാലോ we are going to fly away. നമ്മൾ പറന്നു പോകും. Such an anointing is coming down. അങ്ങനെ ഒരു അഭിഷേകം വരുന്നു. He can come any moment. അവൻ ഏത് നേരത്ത് വരാം. Even now. ഇപ്പോഴും Speak in tongues. അന്യഭാഷ പറയാം. Hallelujah. For all that the mercies of our God towards us. Oh, He is so faithful. He says, I will not remove my covenant of peace with you. കർത്താവ് നമ്മളോട് ഇതുവരെ കാണിച്ച എല്ലാ കരുണകൾക്കായിട്ട് അവന്റെ നിയമത്തിനായിട്ട് അവൻ പറയാണ്, എന്റെ സമാധാന നിയമം ഞാൻ നിന്നിൽ നിന്ന് ഒരു നാളും നീക്കിക്കളകയില്ല. Mountains shall depart. പർവ്വതങ്ങൾ മാറിപ്പോകും. Hills will be removed. കുന്നുകൾ നീങ്ങിപ്പോകും. But my covenant of peace will not remove. എന്നാൽ എന്റെ സമാധാന നിയമം നീങ്ങുന്നില്ല. Hallelujah. He is the mediator of the new covenant. അതെ, അവൻ നമ്മെ പുതിയ നിയമത്തിലേക്ക് He will make us perfect as He is. അവൻ നമ്മെ അവനെ പോലെ പൂർണ്ണരാക്കി He തീർക്കുന്നു. will make us
us perfect the will of God. നമ്മെ തന്റെ ഇഷ്ടത്തിൽ കാണപ്പെടുവാൻ He will make us perfect in His holiness. തന്റെ വിശുദ്ധി നമ്മെ തികഞ്ഞവരാക്കുന്നു. He will make us perfect in doing the will of. He will perfect in love. നമ്മെ സ്നേഹത്തിൽ തികഞ്ഞവരാക്കുന്നു. Perfect in His faith. തന്റെ വിശ്വാസത്തിൽ തികഞ്ഞവർ. When He comes, we will be transformed. യേശു വരുമ്പോൾ നാം രൂപാന്തരപ്പെടും. Shall we praise Him? സ്തോത്രം ചെയ്യാം. Hallelujah! 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 Yes, there is an eternal inheritance for us all. നമുക്ക് എല്ലാവർക്കും ഒരു നിത്യാവകാശമുണ്ട്. Oh, we are going to be found His servants in Zion, His people in New Jerusalem. Together with Jesus, we will inherit all things. നോക്കുക, നമ്മൾ ശുശ്രൂഷകർ സിയോനിലും വിശ്വാസികൾ പുതിയ യെരൂശലേമിലും നാം അവനോടുകൂടെ എല്ലാം അവകാശമാക്കും. For that promise of eternal inheritance, He is the mediator of this new covenant. He will do it. Shall we praise Him? യേശു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ ആ നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം നമുക്ക് ലഭിക്കും. യേശു നമുക്കായി അത് ചെയ്യും. അതിനായി സ്തോത്രം ചെയ്യും. Praise, praise Lord, praise Lord. Now, Pastor will come and finish with a short time of thanksgiving. ഇപ്പോൾ പാസ്റ്റർ വന്ന് ചില കാര്യങ്ങൾ ചുരുക്കമായി പറഞ്ഞ് സ്തോത്രം ചെയ്യിക്കുന്നതായിരിക്കും.